ജീവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം സബ്ജക്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ്സുകാര്, ബാക്കിയുള്ള എല്ലാ ആളുകളും കേട്ടോ, ബിസിനസ് മാത്രമല്ല എല്ലാ ആളുകൾക്കും തന്നെ ഇത് വളരെയധികം പ്രയോജനപ്പെടും. കാരണം NLP ഫോർ ബിസിനസ് ആൻഡ് ലൈഫ് എന്നാണ്. നമ്മൾക്ക് ലൈഫ് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി എന്തും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ലൈഫിനെ കുറിച്ച് ആദ്യം പറയാം. ബിസിനസ് അത് കഴിഞ്ഞിട്ടാണല്ലോ. കാരണം ഇപ്പോ ജീവനും രോഗത്തിനും ഇടയിൽ കിടന്നുള്ള ഒരു നെട്ടോട്ടമാണ് ലോക ജനത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊറോണ എന്നൊരു ഭീതി നമ്മുടെ മനസ്സിൽ നിലനിൽപ്പുണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടം അഥവാ ലോക്ക്ഡൌൺ നമ്മൾക്ക് അനുവദിച്ചു തന്ന അനേകം ദിവസങ്ങളുണ്ട്. എണ്ണപ്പെട്ട കുറെ ദിവസങ്ങളാണ്. നമ്മൾ വളരെയധികം ജീവിക്കാൻ പഠിച്ച നിമിഷമാണത്. അതായത് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാതെ തന്നെ സ്വന്തം മനസ്സിലിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെ നമ്മൾ ചുരുക്കി ജീവിക്കണമെന്ന് പഠിച്ചു. എങ്ങനെ മറ്റുള്ളവരെ കരുതണമെന്ന് പഠിച്ചു. മറ്റുള്ളവരുടെ ഷൂസിലേക്ക് കയറാൻ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നഴ്സുമാരെയും അതുപോലെ തന്നെ ഡോക്ടർമാരെയും എല്ലാം ആണ്. ആരോഗ്യവകുപ്പ്, പോലീസ് മേധാവികള്, പോലീസുകാർ, അവരെല്ലാമാണ്, അവരുടെ എല്ലാം കാരുണ്യം കൊണ്ടാണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് NLP എങ്ങനെ ലൈഫിൽ പ്രയോജനപ്പെടുത്താം എന്ന് വളരെ ലളിതമായിട്ട് പറയാം. ആദ്യം തന്നെ NLP ഒരുവിധം ആളുകൾ പലരും പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ വളരെ ലളിതമായ ഭാഷയിൽ ഞാൻ പറയാം. NLP എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ ഒരു താക്കോലാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു തെറ്റായ ധാരണയുണ്ട്, ഇത് എന്തോ ഒരു വലിയ ശാസ്ത്രമാണ്, കടിച്ചാൽ പൊട്ടാത്ത കനിയാണ് എന്നൊക്കെ ഒരു തോന്നലാണ്. ഇറ്റ്സ് നത്തിങ്. ഇറ്റ്സ് വെരി സിമ്പിൾ സയൻസ്. റിച്ചാർഡ് ബാൻഡ്ലർ അതുപോലെ തന്നെ ജോൺ ഗ്രൈൻഡർ എന്നൊരു ഭാഷാശാസ്ത്രജ്ഞനും. റിച്ചാർഡ് ബാൻഡ്ലർ ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് ആയിരുന്നു, ഫാമിലി കൗൺസിലർ ആയിരുന്നു, സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ജോൺ ഗ്രൈൻഡർ ഒരു ഭാഷാശാസ്ത്രജ്ഞനായിരുന്നു. ഇവര് രണ്ടുപേരും ചേർന്നപ്പോഴാണ് 1970-കളിൽ NLP എന്ന ഒരു ശാസ്ത്രശാഖ നിലവിൽ വന്നത്. ഇതിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ആള് ഒരു ജസ്റ്റാൽ തെറാപ്പിസ്റ്റ് ആയിരുന്ന ഫ്രിറ്റ്സ് പേളിനെ സ്വയം മോഡലിംഗ് എന്ന ഒരു ടെക്നിക്കിലൂടെ അനുകരിച്ചുകൊണ്ട് അദ്ദേഹം കാര്യപോലെ അനുകരിച്ചുകൊണ്ട് ഒരു ജസ്റ്റാൽ തെറാപ്പിസ്റ്റ് ആയിട്ട് മാറാൻ കുറച്ച് നാളുകൾക്ക് ശേഷം റിച്ചാർഡ് ബാൻഡ്ലർക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് NLP എന്നൊരു ശാസ്ത്രശാഖ വികസിപ്പിക്കണമെന്ന ആശയത്തിലേക്ക് റിച്ചാർഡ് ബാൻഡ്ലർ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഒന്നും തന്നെയില്ല. നമ്മളുടെ മനസ്സ് സ്വാധീനിക്കപ്പെടുന്ന പല കാരണങ്ങളുണ്ട്. ചില വേർഡ്സ് പോലും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്നൊരു വേർഡ് ഞാൻ പറയുമ്പോൾ പലരുടെയും മനസ്സിൽ നെഞ്ചത്ത് കൈവെക്കണമെന്ന് തോന്നുന്നു. കാരണം ജീവന് ഹാനിയായിരിക്കുന്ന ഏതോ ഒരു വലിയ രോഗം എന്നുള്ളതാണ്. ഇനി ഞാൻ സിൻസിയറിറ്റി, ലവ്, കമ്പാഷൻ എന്നൊക്കെ പറഞ്ഞാൽ, കൈൻഡ്നസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ നല്ല വികാരം വന്നു തുടങ്ങും. ശരിയല്ലേ? ഇത് തന്നെയാണ് NLP. നമ്മളുടെ മനസ്സിൽ പല വാക്കുകളും ചിത്രങ്ങളും ആന്തരിക ചിത്രീകരണം നടത്തുന്നുണ്ട്. ഇന്റേണൽ വിഷ്വലൈസേഷൻസ് നടക്കുന്നുണ്ട്, ആന്തരികമായ ചിത്രീകരണം. ഈ ചിത്രീകരണം നടക്കുമ്പോൾ ആ ചിത്രീകരണങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ മനസ്സും ശരീരവും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സങ്കടാവസ്ഥയിലിരിക്കുന്ന ഒരു മനുഷ്യനെ നോക്കൂ. അയാളുടെ ഷോൾഡർ വളരെ താഴോട്ട് കുനിഞ്ഞു നോക്കിയിരിക്കുന്ന വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കും അല്ലേ? അതേസമയം വളരെ വിജയിച്ച പല ആളുകളെ നയിക്കുന്ന ഒരു ലീഡറെ നോക്കൂ. അദ്ദേഹം നെഞ്ചു വിരിച്ച് നിൽക്കും, വളരെ വേഗത്തിൽ നടക്കും. ഗാന്ധിജിയൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്ന ആൾക്കാരായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ, അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ്, അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ മോഡലിംഗ് എന്ന ടെക്നിക്കിലൂടെയാണ് പൂർണ്ണമായിട്ട് ഒരാളെ, അയാളുടെ ബ്രെയിനിനെ അതേപോലെ തന്നെ ഹാക്ക് ചെയ്തെടുത്തിട്ട് NLP ഉപയോഗിച്ചിട്ട് അതുപോലെ ആയി തീരാമെന്ന് റിച്ചാർഡ് ബാൻഡ്ലർ തെളിയിച്ചത്. ജോൺ ഗ്രൈൻഡർ എന്ന ഭാഷാശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയപ്പോൾ ഈ ശാസ്ത്രശാഖ കുറച്ചുകൂടി വളരുകയാണ്. 1970-ലാണ് അത് സംഭവിച്ചത്.
നമ്മുടെ മനസ്സിനെയും നാഡീവ്യൂഹത്തെയും ചില ചലനങ്ങളിലൂടെയും അതുപോലെ തന്നെ ബോധപൂർവമായ ആന്തരിക സംഭാഷണത്തിലൂടെയും എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ലളിതമായ ഒരു ശാസ്ത്രമാണ് NLP എന്ന് വളരെ ലളിതമായിട്ട് പറയാം. അതല്ലാതെ ഇതൊരു വലിയ കീറാമുട്ടിയൊന്നുമല്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ശാസ്ത്രശാഖ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് മോഡലിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ബിസിനസ്സിൽ വിജയിച്ച ഒരാളെ മോഡൽ ചെയ്യണം എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ യൂസുഫ് അലി സാർ. അതല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിനെ നമുക്ക് അനുകരിക്കണം എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ കലാംജി. ഒരാളെ നമുക്ക് മോഡൽ ചെയ്യുക എന്ന് വെച്ചാൽ അനുകരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അനുകരണം ഒരു കലയാണ്. ഇപ്പൊ മിമിക്രിക്കാര് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അതുപോലെ തന്നെ പല തമാശ നടന്മാരെയൊക്കെ അതുപോലെ തന്നെ അനുകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്ന പോലെ തന്നെ അവരുടെ അംഗവിക്ഷേപങ്ങളും ചലനങ്ങളും വികാരങ്ങളും ഒരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷനോട് അവരെങ്ങനെ പെരുമാറി, എന്ത് ചിന്താഗതിയാണ് അവർ സ്വീകരിച്ചത് എന്നെല്ലാം പൂർണ്ണമായിട്ട് പഠിച്ചാൽ നമുക്കും യൂസഫ് അലിയെ പോലെ, അതല്ലെങ്കിൽ നല്ലൊരു സയന്റിസ്റ്റ് അബ്ദുൽ കലാംജിയെ പോലെ ആകാം, അല്ലെങ്കിൽ അനിൽ അംബാനി, ധീരുഭായ് അംബാനി അവരെ പോലെയൊക്കെ ആവാം. പക്ഷേ ഇത് എത്ര സമയമെടുക്കുന്നു എന്നുള്ളത് നമ്മൾ ഇവരെ വിശദമായി പഠിക്കുന്നതും നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇത് പ്രാവർത്തികമാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവിടെ നമ്മുടെ പെർസിസ്റ്റൻസും നമ്മുടെ പെർസിവറൻസും ആണ് അവിടെ അളക്കപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ NLP വളരെ ലളിതമാണെന്ന് ഇപ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യാ നിങ്ങളെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ലൈഫിൽ ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താം? NLPയിൽ ചില കാര്യങ്ങൾ, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാം, ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, നമ്മളുടെ ലൈഫ് പാർട്ട്ണറെ നമ്മൾക്ക് പോക്കറ്റിലാക്കാം. ഇതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. വളരെ ലളിതമാണ്. NLPയിലെ ചില കാര്യങ്ങളുണ്ട്. അതായത് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക്, ഓൾഫാക്ടറി, ജസ്റ്റേറ്ററി, ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ സെൻസസ് ആണ്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ച, ഓഡിറ്ററി എന്ന് പറയുന്നത് നമ്മുടെ കേൾവി ശക്തി, ഓക്കെ. കൈനസ്തെറ്റിക് എന്ന് പറയുന്നത് അനുഭവിച്ചറിയുക, ഫീലിംഗ്, തൊട്ടറിയുന്നവർ. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂക്ക് അഥവാ ഗന്ധം, അതറിയാനുള്ള സെൻസ്. ജസ്റ്റേച്ചറി എന്ന് വെച്ചാൽ നമ്മുടെ സ്വാദ് അറിയാനുള്ള നമ്മുടെ സെൻസ്. ഈ സെൻസുകളെ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഈ സെൻസുകൾ ഏതാണ് ഒരാൾക്ക് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് കാണുന്നത്, ആ സെൻസ് ഉപയോഗിച്ചിട്ട് അയാളെ നമുക്ക് വരുതിയിൽ വരുത്താം. അപ്പോൾ നമ്മളെല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും ഈ മീറ്റിങ്ങിലുള്ളവർ മാരീഡ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പവിദ്യ ഞാൻ പറഞ്ഞുതരാം. ഹൗ ടു യൂസ് NLP ഇൻ ലൈഫ് എന്നുള്ള ഒരു കാര്യം നമ്മള് കുടുംബസ്ഥരായതുകൊണ്ട് അത് പറയുന്നത് ആദ്യം തന്നെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തന്റെ ഭർത്താവിനെ, ഇടഞ്ഞിരിക്കുന്ന കൊമ്പനെ പോലെ ഇരിക്കുന്ന ഭർത്താവിനെ കയ്യിൽ വരുത്തണം, നമുക്ക് പോക്കറ്റിലാക്കണം. എന്ത് ചെയ്യണം? ആ ഭർത്താവ് ഏത് തരക്കാരനാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അത് നമ്മുടെ കഴിവാണ്. സ്വാദ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പണ്ട് കാരണന്മാര് പറയുമായിരുന്നു, നിന്റെ ഭർത്താവിനെ മനസ്സ് കീഴടക്കണമെങ്കിൽ അവന്റെ ഉദരത്തിലൂടെ വേണം. അതായത് സ്വാദുള്ള ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഉണ്ടാക്കി കൊടുത്താൽ അയാളുടെ പിണക്കോടെ മാറും. സ്വാദിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണ്. ജസ്റ്റേറ്ററി കഴിവ് ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ നിങ്ങൾ ഈ വിദ്യ പരീക്ഷിക്കുക. ഓക്കെ. അതേസമയം കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നല്ല സുന്ദരിയായിട്ട് ഡ്രസ്സ് ചെയ്ത് അയാളുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ മതി, ധാരാളം മതിയാവും. ഇനി കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് 2 ചെയ്തിട്ടും കാര്യമില്ല. എത്ര നല്ല ഭക്ഷണം കൊടുത്താലും ശരി, എത്ര സ്വാദ് കൂറിയ ഭക്ഷണം കിട്ടിയാലും അയാൾ തൃപ്തിപ്പെടില്ല. കാഴ്ച കണ്ടാലും സൗന്ദര്യം കണ്ടാലും വീഴത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ നമ്മൾ വരുതി കൊണ്ടുവരണം? അങ്ങനെയുള്ള ഒരാളെ വരുതി കൊണ്ടുവരണമെങ്കിൽ അയാളുടെ അടുത്ത വീക്ക്നെസ് നമ്മൾ കണ്ടുപിടിക്കണം. കൈനസ്തെറ്റിക് ആണെങ്കിൽ, കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു സ്പർശനം, ഒരു ചുംബനം, ദാറ്റ് ഈസ് ഇനഫ്. അയാൾ അവിടെ നിലംപതിച്ചിരിക്കും. നമ്മുടെ മുമ്പിൽ മുട്ടു എന്ന് പറയാ, കൊമ്പനാന മുട്ടു കുത്തുന്ന പോലെ നമ്മുടെ മുന്നിൽ അയാളിരിക്കും. മനസ്സിലായല്ലോ? അപ്പോ സ്വാദിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ആ ഫീലിംഗ് അറിയിക്കുക, തൊടുക, അവരെ സ്പർശിക്കുക. സ്പർശനവും അതുപോലെ തന്നെ ഫീലിംഗും കൊണ്ട് അവരെ വീഴ്ത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ള മനുഷ്യരെ. അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, ആരായാലും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ പോലും നമുക്ക് വരുതിയിൽ വരുത്താം. പണ്ട്
പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആടുന്ന പശുവിനെ ആടിക്കറക്കണം, പാടുന്ന പശുവിനെ പാടിക്കറക്കണമെന്ന്. ആടുന്ന പശുവിനെ പാടിക്കറന്നിട്ടോ പാടുന്ന പശുവിനെ ആടിക്കറന്നിട്ടോ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ചിന്തിക്കുക. പഴമക്കാർ പറഞ്ഞത് ഒരു NLP ആണ് കേട്ടോ. ആ പഴമക്കാർ പറഞ്ഞു വെച്ച വേർഡ്സിലുള്ള NLP ആണ് ഞാൻ ഈ പറയുന്നത്. പാടുന്ന പശുവിനെ പാടിക്കൊണ്ട് കറക്കി കഴിഞ്ഞാൽ ആ പശു തൊഴിക്കത്തില്ല, നമുക്ക് കറക്കാം. ആടുന്ന പശു ആണെങ്കിലോ, നമ്മൾ പാട്ട് പാടിയിട്ട് കൈ ഒരിടത്ത് പിടിച്ചാൽ പോരാ, ആ ആടുന്ന പശുവിനെ ആടിക്കൊണ്ട് തന്നെ കറക്കണം എന്ന് പറഞ്ഞ പോലെ ഒരാളെ എപ്രകാരമാണോ അപ്രകാരം അയാളുടെ സെൻസ് എന്താന്ന് മനസ്സിലാക്കിയാൽ അയാളെ നമുക്ക് വരുതിയിൽ വരുത്താം. നിങ്ങളുടെ ബോസ് ആയിക്കൊള്ളട്ടെ, മൂക്കത്ത് ചുണ്ടിയായിട്ടിരിക്കുന്ന ബോസ്, നല്ല കടുപ്പമുള്ള കോഫി ഇഷ്ടപ്പെടുന്ന ബോസാണ്, ഒരു സെക്രട്ടറി ആണ് നിങ്ങളെന്ന് വിചാരിക്കുക, ഒരു ലേഡിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥൻ. അയാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ അയാൾക്ക് നല്ല മധുരമുള്ള കാപ്പിയാണ് ഇഷ്ടമെന്ന് വിചാരിക്കുക. കടുപ്പമുള്ള കാപ്പി ഒരെണ്ണിട്ട് അങ്ങ് കെറ്റിൽ വെച്ച് തിളപ്പിച്ച് അപ്പൊ തന്നെ അയാൾ ചൂടാറാതെ അങ്ങ് മുന്നിൽ വെച്ച് കൊടുക്കുക. ഇത് കുടിച്ചു കഴിയുമ്പോഴേക്കും ആള് പതുക്കെ ശാന്തരാകും. ഇതാണ് മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഗ്രഹണശേഷി, നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ഏത് ഗ്രഹണശേഷിയാണ് നമുക്ക് കൂടുതലുള്ളത്, ഏത് ചോദനങ്ങളാണ് നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവരുടെ സ്വഭാവം മനസ്സിലാക്കി നമുക്ക് അവരെ നമ്മുടെ താളത്തിനൊത്ത് കൊണ്ടു നടക്കാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളുടെ ബോസ് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഗർജിക്കുന്ന സിംഹമായിരിക്കും, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ പഞ്ചപുച്ഛം മടക്കി നിൽക്കുന്ന ഒരു പാവത്താനായിട്ട് നിൽക്കുന്ന കാണാം. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യാറുണ്ട് ആളുകളെ, പഠിക്കുന്നുണ്ട്, സ്വഭാവം മനസ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കൊരു ബോസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മുമ്പിൽ ഗർജിക്കുന്ന സിംഹം എന്ന് പറയുന്ന ആള്, ഭാര്യ ഒരു ദിവസം ഓഫീസിൽ വന്നപ്പോൾ ആള് ചൂളിരിക്കുക. ഇത്രയും പാവമായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം, ഞങ്ങളുടെ മുമ്പിൽ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഇതൊക്കെയാണ് NLP മനസ്സിലാക്കിയത് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാവുന്നത്. ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരാളാണ്, റിക്രൂട്ട്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ ഒരു HR മാനേജർ ആണെങ്കിലും, നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം ഒരു ഒരു കാൻഡിഡേറ്റ് എപ്രകാരത്തിലുള്ള ആളാണ്, ഏത് മെന്റാലിറ്റി ഉള്ള ആളാണ്. അപ്പൊ നമുക്ക് നല്ല ആളുകളെ തിരഞ്ഞെടുത്തൂടെ? നമ്മൾ ശ്രദ്ധിക്കുക. വരുന്ന ആളോട് പറയുന്നു, നിങ്ങളുടെ പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് യുവർ പ്രീവിയസ് ജോബ് ഇൻ ദ പ്രീവിയസ് കമ്പനി എന്ന് പറയാം, നിങ്ങളുടെ പഴയ ജോലി സ്ഥലത്തെ കുറിച്ച് പറയാം. അപ്പൊ പറയാൻ തുടങ്ങുന്ന ആളോടനെ പറയാണ്, സർ ഐ ഫീൽ ലൈക്ക് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ കൈനസ്തെറ്റിക് ആണ്. അതല്ല, അയാൾ പറയാണ് ആ കമ്പനിയിലെ ബോസ് പറഞ്ഞ വാചകങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അയാൾ ഓഡിറ്ററി ആണ്, കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അങ്ങനെ ഓരോന്നും കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് പ്രകടിപ്പിക്കും. ഓഡിറ്ററി ആയിട്ടുള്ള ഒരു കേൾവിയെ കുറിച്ച് പറയും. ഈ കേൾവിയെ കുറിച്ച് കൂടുതൽ കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഓഡിറ്ററി പീപ്പിൾ ഉണ്ട്. ഇപ്പൊ DMIT ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ കുട്ടികളുടെയും, അതുപോലെ തന്നെ എന്റെ എടുത്തിട്ടുണ്ട്, ഞാൻ എന്റെ 36ാമത്തെ വയസ്സിലാണ്. അപ്പോ അതെല്ലാം എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഓഡിറ്ററി ആണോ കൈനസ്തെറ്റിക് ആണോ എന്ന് എല്ലാം അറിയാം. അത് കൂടാതെ നമ്മുടെ ഇന്റലിജൻസ് എല്ലാം അറിയാം കേട്ടോ. 8 to 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട് ആളുകൾക്ക്, അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. മ്യൂസീഷ്യൻ ആണെങ്കിൽ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ടാവും. സച്ചിനെ പോലുള്ള ഒരു കളിക്കാരനാണെങ്കിൽ കൈനസ്തെറ്റിക്, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആയിരിക്കും. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ഒരാള് ഓട്ടോമാറ്റിക്കലി അയാള് മേധാ പട്കറോ അല്ലെങ്കിൽ സലീം അലിയെ പോലുള്ള പ്രകൃതി സ്നേഹികളായി മാറും. ലോജിസ്റ്റിക് ഇന്റലിജൻസ് ഇഷ്ടമുള്ള ആൾക്കാർ എപ്പോഴും അരിത്തമെറ്റിക്സ്, മാത്തമാറ്റിക്സ്, കണക്കിലെ കളികൾ, അക്കൗണ്ടൻസി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയും. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. ആർട്ടിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള മ്യൂസിക് ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കില്ലും ഗ്രോസ് മോട്ടോർ സ്കില്ലും ഉണ്ട്. ഗ്രോസ് മോട്ടോർ സ്കില്ല് കൂടുതലുള്ളവര് സ്പോർട്സിൽ വിജയിക്കും. ഫൈൻ മോട്ടോർ സ്കില്ല് കൂടുതലുള്ളവര് കല, അതായത് വരയ്ക്കാനുള്ള കഴിവുകൾ അവർക്ക് കൂടുതലായിരിക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ആളെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫിൽ അവരെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാം, നമ്മളുടെ ആ രീതിയിൽ കാര്യങ്ങൾ നീക്കാം. ഇത് ലൈഫിൽ നമ്മളുടെ NLPയുടെ ചില പ്രയോജനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ബിസിനസ്സിൽ വരുമ്പോഴും നമുക്ക് ആവശ്യം വേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ തിരക്ക് പിടിച്ചുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ മാത്രമല്ല, ഇന്നിപ്പോ ലാപ്ടോപ്പും വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയാണ്. ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്റെ പോയിന്റ്സ് ഞാൻ പറയുകയാണ്. പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ NLP
എങ്ങനെ എന്ന് കുറച്ച് പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യാം. NLP പറയുന്നത് ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നാണ്. നിങ്ങൾ എല്ലാത്തിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതാണെന്ന് കരുതുന്ന നിമിഷമാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ബിസിനസ്സിൽ. either it is failure or success, take the responsibility. I am the one who is responsible. അതാണ് ആദ്യം വേണ്ട ഒരു കാര്യം. വേറൊന്ന്, ഫോക്കസ് ഓൺ യുവർ ഔട്ട്കംസ്. ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും? ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയാണ്, ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്ന് നിങ്ങൾ നേരത്തെ പ്രവചിക്കാൻ കഴിവുള്ളവനായിരിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. വേറൊന്ന്, ബി ആൻ എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ. നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉള്ള ഒരാളെങ്കിൽ മാത്രമേ നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകളെ നയിക്കാൻ പറ്റുകയുള്ളൂ. ധീരുഭായ് അംബാനി, രത്തൻ ടാറ്റ, അങ്ങനെയുള്ള ആളുകളൊക്കെ എടുത്ത് പഠിച്ചോളൂ. ഇവരെല്ലാം നല്ല എക്സലന്റ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരുന്നു, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. നാലാമത്തെ ഘടകം, ബി എ ഗ്രേറ്റ് മോട്ടിവേറ്റർ. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരുത്തനായിരിക്കണം, തളർത്തുന്നവനായിരിക്കരുത്. സ്റ്റീവ് ജോബ്സ് ഒക്കെ അങ്ങനെയായിരുന്നു, ബിൽ ഗേറ്റ്സ് ഒക്കെ അങ്ങനെയായിരുന്നു. സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഉണ്ട്, ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു എന്നാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ അത് കഷ്ടപ്പെടാതെ ചെയ്യും. ഇപ്പൊ ഒരു കുട്ടിയെ നമ്മൾ പഠിക്കാൻ വിടുകയാണ്, അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ എഞ്ചിനീയറും ഡോക്ടറും മാത്രമാണ് ഏറ്റവും നല്ല ജോലി എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ കുട്ടി നല്ല ഇന്റർ റിലേഷൻ സ്കില്ലുള്ള ഒരുത്തനാണ്, ബിടെക് മെക്കാനിക്കൽ എങ്ങനെയോ പാസ്സായി, അതിനുശേഷം മാർക്കറ്റിംഗില് മൾട്ടി ലെവലിൽ ഉസ്താദാണ്. ഞാൻ പലരെയും അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? തെറ്റായ തെരഞ്ഞെടുക്കലാണ് അവന്റെ കോഴ്സിൽ നടന്നിട്ടുള്ളത്. അവനെ MBA മാർക്കറ്റിംഗ് പഠിപ്പിച്ചാൽ മതിയായിരുന്നു. ശരിയല്ല ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ. ഞാൻ പറയുമ്പോൾ പലരും കേൾക്കുന്ന ശ്രവിക്കുന്ന പലരെങ്കിലും അങ്ങനത്തെ അബദ്ധം പറ്റിയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ അബദ്ധം മക്കളെ കൊണ്ട് ചെയ്യിക്കുന്നവരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഓക്കെ. ഇനി നമ്മൾ എപ്പോഴും നല്ല പ്രചോദിപ്പിക്കുന്ന ആൾക്കാരായിരിക്കാം, എപ്പോഴും ഒരു ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നല്ല ശക്തമായ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. പിന്നെ ബൂസ്റ്റ് യുവർ പെർഫോമൻസ്. ഈ ബൂസ്റ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിലെ ബൂസ്റ്റ് കഴിക്കുകയായിരുന്നു. നമ്മള് കോംപ്ലാൻ ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് ഈ ബൂസ്റ്റ് കഴിക്കുന്നത്? ഇടയ്ക്ക് നമുക്ക് എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റ് കഴിക്കുന്നത്, അല്ലെ? ബൂസ്റ്റ് യുവർ പെർഫോമൻസ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യണം. ഒരു കഥയുണ്ടല്ലോ, 2 മരം ചെത്തുന്ന തൊഴിലാളികൾ പണിയെടുക്കുകയാണ്. അതിലൊരാള് കാലത്ത് മുതൽ രാത്രി വരെ പണിയോട് പണിയാ, ഭക്ഷണം പോലും കഴിക്കത്തില്ല വരെ. വേറൊരാള് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കും. എന്നിട്ട് എപ്പോഴും പടുത്ത് ഇരിക്കുന്ന ഒരുത്തൻ മറ്റവനെ കളിയാക്കുകയാണ്, നീ എന്താ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുന്നത്? എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരം വെട്ടി തീർക്കുന്നത് രണ്ടാമത്തെ ആളാണ്, വിശ്രമിക്കുന്നവനാണ്. ഈ വിശ്രമിക്കുന്നവൻ ചെയ്തത് എന്താണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ഈ കോടാലി വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് മൂർച്ച കൂട്ടും. മറ്റവൻ വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, മറ്റൊരാൾ വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അവന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തവൻ ഇടയ്ക്കിടെ വിശ്രമിച്ചുകൊണ്ട് ബൂസ്റ്റപ്പ് ചെയ്യുവാണ് അവന്റെ വർക്ക്. എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് എടുക്കുമ്പോൾ കൂടുതൽ വിശ്രമിച്ചവനാണ് കൂടുതൽ മരം വെട്ടിയെടുക്കുന്നത്. നിങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുക. ബൂസ്റ്റ് യുവർ സെൽഫ്. ഓക്കെ. അതെന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞു വരാം കേട്ടോ. ഞാൻ പോയിന്റ്സ് പറഞ്ഞു പോകണ്ട, 7 പോയിന്റ് ആണുള്ളത്. അടുത്തത് 6ാമത്തെ പോയിന്റ്, മേക്ക് പവർഫുൾ ഇംപ്രഷൻ. നമ്മൾ പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയും, അല്ലെ? നമ്മൾ നല്ല ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുടെ. ഇപ്പൊ നമ്മുടെ മുതലാളി വരുമ്പോ ദേ വന്നു എന്നൊരു തോന്നലാണോ? സാറ് വന്നു, സാറ് പറഞ്ഞ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഏത് വികാരമാണ് നമ്മുടെ കീഴുദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിൽ പലരും ബിസിനസ്സുകാരാണ്. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാനൊരു സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആ സ്ഥാപനം നടത്തിയിരുന്ന ആള് വന്നിട്ട് മൈക്രോ മാനേജ്മെന്റ് നടത്തി കുളവാക്കുക. ബിസിനസ് നടത്തുന്ന ആൾക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. വഴി കൂടെ പോകുന്ന ഓരോ സർവീസ് നന്നായിട്ട് ചെയ്യുന്ന ആളുകളെയും വിളിച്ചിട്ട് എന്താണ്
എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? എന്തിനാ അവിടെ അവരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു? ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൂടെ? ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുതലാളിയുടെ സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കേഴ്സിന്റെ എല്ലാം പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ HR ഇരുന്നിട്ടുള്ള ആളാണ്. കുവൈറ്റില് അൽസലാം ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ദാറുൽ ഹോസ്പിറ്റലിലൊക്കെ റിക്രൂട്ട്മെന്റ് ഓഫീസറായിട്ട് ഇരുന്നിട്ടുള്ള. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഉറപ്പാണ് നമ്മുടെ ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും. അതുകൊണ്ട് മേക്ക് എ പവർഫുൾ ഇംപ്രഷൻ ഓൺ യുവർ എംപ്ലോയീസ്, ഓൺ യുവർ സബോർഡിനേറ്റ്സ്. യു ആർ എ മാനേജർ, സബോർഡിനേറ്റ്സ്. നല്ലൊരു ഇംപ്രഷൻ ഉള്ള ഒരു മാനേജർ ആണെങ്കിൽ സബോർഡിനേറ്റ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നതിന് മുമ്പ് ചെയ്തിരിക്കും. ജപ്പാനിലേക്ക് ആളുകൾ എന്ന് വെച്ചാൽ അവര് താഴെ ഒരു അഴുക്ക് കിടക്കുന്ന കണ്ടാൽ അവരുടെ കമ്പനി ആണെന്ന് അവർക്കറിയാം. അവർ തൂപ്പുകാരനെ വിളിക്കില്ല. അവൻ ആ മോപ്പ് എടുക്കും, അത് തുടച്ച് വൃത്തിയാക്കും, എടുത്ത സ്ഥാനം എടുത്തുകൊടുത്ത് കൊണ്ടുവയ്ക്കും. ആ ജപ്പാൻ എന്ന് പറഞ്ഞപ്പോൾ വേറെ കാര്യം ഞാൻ ഓർക്കുകയാണ്. നമ്മള് ദിലീപിന്റെ ഒരു മൂവി കണ്ടിട്ടുണ്ട്, ഒരു യെസ് ബോസ് എന്നോ മറ്റുള്ള ഒരു മൂവിയില് ബോസിനോട് ദേഷ്യം തീർക്കുന്ന എംപ്ലോയി അതിനകത്ത് കാണിക്കുന്നുണ്ട്. വളരെ രസകരമായ രംഗമാണ്. ഞാനിപ്പോ ലാപ്ടോപ്പ് വർക്കിംഗ് ആയിരുന്നെങ്കിൽ അതിന്റെ രംഗങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരായിരുന്നു, സ്ക്രീൻ ഷെയർ ചെയ്യാമായിരുന്നു. എന്നാലും ഞാൻ അത് പറഞ്ഞു ഫലിപ്പിക്കും. അതില് നമ്മൾ ആ എംപ്ലോയി, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയി ഒരു വാഷ്റൂമിൽ കയറിയിട്ട് ഒരു ബക്കറ്റ് ചവിട്ടി പൊളിക്കുകയാണ്. എന്തൊരു പരിതാപകരമായ അവസ്ഥയായിരിക്കും ആ ഒരു ലീഡർ അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് ആലോചിക്കുക. കഷ്ടപ്പെട്ടല്ല എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടത്, ഇഷ്ടപ്പെട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ കഷ്ടപ്പെട്ടല്ല ചെയ്യേണ്ടത്, ഇഷ്ടപ്പെട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏതിലാണോ പാഷൻ ഉള്ളത് അതായിരിക്കണം നിങ്ങളുടെ ബിസിനസ്. അല്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് ബിസിനസ് ചെയ്തിട്ട് അത് പരാജയത്തിൽ വരുമ്പോ അയ്യോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ വെച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നോ വൺ എൽസ് വിൽ ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി, യു ആൻഡ് യു ഓൺലി. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു, ടേക്ക് റെസ്പോൺസിബിലിറ്റി യുവർസെൽഫ്. ഓക്കെ. ഏഴാമത്തൊന്ന്, സെൽ ടു എനിവൺ. ഏതൊരു ബിസിനസ്സിനും ആവശ്യമുള്ള ഒരു കാര്യമാണ് സെൽ ചെയ്യപ്പെടണം, വിൽക്കപ്പെടണം. സെൽ ടു എനിവൺ. ഇതിനുള്ള ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പറയാം. എനിക്ക് അനുവദിച്ചേക്കുന്ന സമയം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറാണ്. അതിൽ കൂടുതൽ വിനിയോഗിക്കാമോ? ഒന്ന് പറഞ്ഞാൽ വിശദമായിട്ട് നല്ലൊരു ക്ലാസ് തരാൻ ഞാൻ റെഡിയാണ്. ഹലോ ഹലോ ഹലോ, ഒന്ന് പറഞ്ഞാൽ തന്നെ അനുവദനീയമായ എന്തെങ്കിലും ടൈം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം വിനിയോഗിക്കാമോ? കൂടുതൽ സമയം വിനിയോഗിക്കാൻ തെറ്റില്ല സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രയോജനം ഉണ്ടാവുക. കാരണം ഇപ്പൊ ഈ പറഞ്ഞ 7 പോയിന്റിലും ഏകദേശം ഒരു 8 പോയിന്റ് സബ് പോയിന്റ്സ് ഉണ്ട്. അതെനിക്ക് വിശദീകരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവില് NLP കാണുന്ന സാധ്യതകൾ എന്ന് പറയുന്നത്. NLP പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ ബേസ് ചെയ്തിട്ട് ഒരു വലിയ ബുക്ക് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഓരോ സബ് പോയിന്റിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്താണ്? റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുമ്പോൾ എന്ത് വേണം? നമ്മളായിരിക്കണം എന്ത് പരാജയം വന്നാലും ജയം വന്നാലും അത് നമ്മുടെ തലയിൽ വേണം. അല്ലാതെ പരാജയം വരുമ്പോൾ എംപ്ലോയീസിനെ കുറ്റം പറയുന്ന മാനേജറോ മുതലാളിയോ ഉടമസ്ഥനോ ആണെങ്കിൽ ചെവിക്കുന്നുള്ളുക, നിങ്ങളുടെ എംപ്ലോയീസിന്റെ അട്രിഷൻ റേറ്റ് കൂടും. എംപ്ലോയീസ് വിൽ ക്വിറ്റ് ലൈക്ക് എനിത്തിങ്. ഐ ഹാവ് സീൻ ഈവൻ ഫ്രം റിലയൻസ് HR സർവീസിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്. അപ്പോ റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അല്ലാതെ എംപ്ലോയീസ് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ബിസിനസ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി വേറൊരു കാര്യം, നോ യുവർ മാപ്പ്. നിങ്ങളുടെ മാപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. NLPയില് ഒരു തത്വമുണ്ട്, മാപ്പ് ഈസ് നോട്ട് ദി ടെറിട്ടറി എന്ന്. ഒരു മാപ്പ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മാപ്പാണ് എങ്കിൽ അത് കേരളമാണോ? അല്ല. പക്ഷെ നമ്മൾക്കുള്ള ഒരു വിഷനാണ് അത്. കേരളമാണ്. കേരളത്തിൽ 14 സംസ്ഥാനങ്ങളുണ്ട്. കേരളം തന്നെ ഇന്ത്യയുടെ ഭൂപടത്തിൽ അല്ലെങ്കിൽ ആ മാപ്പിൽ വരുന്നതാണ്. അതിൽ ഇത്രാമത്തെ ഒരു സംസ്ഥാനമാണ്, ഇന്ന ഭാഗത്താണ്.
എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു മാപ്പിലൂടെ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞ പോലെ ഒരു കൃത്യമായ മാപ്പ് നമ്മുടെ മനസ്സിൽ വേണം. മറ്റുള്ള ആളുകളുടെ ഷൂസിലേക്ക് കയറാനുള്ള കഴിവ് ഒരു ബിസിനസ്മാൻ ഉണ്ടായിരിക്കണം. സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് അതർ പീപ്പിൾ ഓർ ദി വ്യൂ പോയിന്റ് ഓഫ് അതർ പീപ്പിൾ. അവരുടെ വ്യൂ പോയിന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ്, അവരെന്താണ് പറയുന്നതെന്ന്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. അപ്പൊ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുറ്റത്തിൽ ഞാനും പങ്കാളിയാണ്. ഓക്കെ. പിന്നെ ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ് ആൻഡ് വർക്ക് ഔട്ട് വാട്ട് യു ആർ ചൂസിങ് ടു പേ അറ്റൻഷൻ. ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ് അടുത്ത പോയിന്റ് ആണ്. ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്. ഓൾവേസ് ഹാവ് റെസ്പെക്ട് ഫോർ അതേഴ്സ് വ്യൂ പോയിന്റ്. മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുക. ഒരു ബിസിനസ്മാന് വേണ്ട, ആവശ്യം വേണ്ട ഒരു സ്വഭാവ ഘടകമാണ്, സ്വഭാവ വിശേഷമാണ്. ഓക്കെ. ഇനി അടുത്തത് ലുക്ക് ബിലോ ദ സർഫസ്. സർഫസിന് കീഴില്, ഉപരിപ്ലവമായിട്ടല്ല, അതിന് കീഴിൽ എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മളുടെ ഉപബോധ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. Your subconscious filters bits of informations to create your highly personal view of the world. ഇന്ന് ലോകത്തെ നിങ്ങൾ കാണുന്ന വീക്ഷണകോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, സിറ്റുവേഷൻസ്, മറ്റുള്ളവർ തന്ന അഡ്വൈസസ്, നമ്മൾ വായിച്ച അറിവുകൾ, ഇതെല്ലാം ചേർത്തിട്ടാണ്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മൈൻഡ് ചെയ്യണം. സോ മൈൻഡ് യുവർ മൈൻഡ്. ഓക്കെ. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം രൂപപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങള്, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ കൊണ്ട്. ഒരു കള്ളനാവുന്ന ഒരാൾ കള്ളനാവുന്ന സിറ്റുവേഷൻ. ഒരു കമ്പനിയിൽ മോഷണം നടന്നുവെങ്കിൽ ബോസിനത് വിവരം കിട്ടുമ്പോൾ പ്ലീസ് സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി അതർ പീപ്പിൾ, ദി അതർ ഗായ് ഹു ഹാസ് സ്റ്റോളൻ ഇറ്റ്. ആരാണോ ഇത് കട്ടെടുത്തിട്ടുള്ളത് അയാളുടെ ഷൂസിലേക്ക് ഒന്ന് കയറുന്നത് നല്ലതാ. എന്തുകൊണ്ട് ഇയാൾ ചെയ്തു? അയാൾക്ക് അർഹമായ പരിഗണന കമ്പനി കൊടുത്തില്ല എന്നുകൊണ്ട് തന്നെയാണ്. അയാൾക്ക് വേണ്ടത്ര സാലറി കിട്ടിയില്ല, അയാളുടെ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചു. അവൻ വേറെ രീതിയിൽ മുതലാക്കാൻ നോക്കും. നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ഒരാള് അത് ചെയ്തിരിക്കും. ഒരു ബിസിനസ്മാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കൊടുക്കാനുള്ളത് മുഴുവനായിട്ട് കൊടുക്കുക എംപ്ലോയീസിന്. പിടിച്ചു വെക്കരുത്. ഇറ്റ് ഈസ് ഇൻ ഗിവിംഗ് ദാറ്റ് യു റിസീവ് എന്നാണ്. ഇപ്പൊ നോമ്പിന്റെ കാലഘട്ടമാണല്ലോ. പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് സക്കാത്ത് കൊടുക്കാനാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാനാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. പണ്ട് നമ്മുടെ കാർന്നന്മാര് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മക്കളെ കൊടുത്താൽ ഏറിടുമെന്ന്. കൊടുത്താൽ ഏറിടുമെന്ന്. കുറയല്ല, ഏറുകയാണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ലേൺ ടു ഗീവ്, ഓക്കെ, rather than receiving every time. Learn to give. Learn to give to your employees. ഒരു സ്മൈലാകാം. നമ്മുടെ ഓഫീസ് തുടച്ച് വെറുപ്പാക്കിയിടുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ ഒന്ന് നല്ലൊരു പുഞ്ചിരി സമ്മാനിക്കുക. സുമതി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം, മക്കൾക്ക് സുഖമാണോ, ഭർത്താവ് ഇന്ന് പണിക്ക് പോയി സാറേ, ദാറ്റ്സ് ഇറ്റ്, ഇനഫ്. യു മെയ്ഡ് എ റാപ്പോ. അവര് പറയാണ്, അവർക്ക് ജോലിയില്ലാത്ത സമയത്ത് പറയാണ്, സുമതി ചേച്ചി ഈ ഓഫീസിൽ ഒരു ചായ ഒരാൾ തട്ടിമറിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ, ഒന്ന് നമ്മള് കോൾ ചെയ്താൽ അപ്പൊ അവർ ഓടിയെത്തും. അയ്യോ സാറ് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യാം. പലരും, ഞാൻ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തില് ഞാൻ ഇതുപോലെ ആൾക്കാരോട് പെരുമാറും. ഉപ്പുകാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഞാൻ തോളത്ത് കേട്ടാണ്. അവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് മാനേജ്മെന്റ് പറയും, ഇയാളെ പറഞ്ഞു വിട്ടാൽ കാര്യം നടക്കുമെന്ന് പറയും. ഞാൻ സ്വയം പോകുമ്പോ അല്ല കേട്ടോ, നമ്മൾ ആളുകളോട് എവ്രിബഡി വോണ്ട്സ് റെസ്പെക്ട്. എല്ലാവർക്കും വേണം, എല്ലാവർക്കും അവരുടേതായ വാല്യൂ ഉണ്ട്. അവരുടെ വാല്യൂ റെസ്പെക്ട് ചെയ്യപ്പെടുന്നത് അവർക്ക് ഇഷ്ടമാണ്. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവന് കൊടുക്കേണ്ട റെസ്പെക്ട് എന്ന് പറയുന്നത് അവനെ പരിലാളിക്കുക, എടുക്കുക, ചുംബിക്കുക, അവനെ സന്തോഷിപ്പിക്കുക, കളിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ല നിങ്ങൾ ദുർമുഖമായിട്ട് നിൽക്കുന്ന ഒരു അങ്കിളായിട്ട് അവന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ആ കൊച്ചു തിരിഞ്ഞ് പുറങ്കാലിൽ ഒരു അടി ഇടാഞ്ഞാൽ കൊള്ളാം. ഇപ്പോഴത്തെ പിള്ളേർ പ്രത്യേകിച്ചു. അതുകൊണ്ട് നമ്മൾ സ്വഭാവം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. ഇനി ആദ്യത്തെ പോയിന്റിൽ സബ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം, ഐഡന്റിഫൈ യുവർ ബിസിനസ് വാല്യൂസ്
values and ethics. The importance of values and ethics in your life and business. എന്താണ് ഒരു ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജോലിയിൽ നിലനിൽക്കുന്നത്? എന്തുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നു? അപ്പൊ ഒരു വാല്യൂ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യണം. ഐഡന്റിഫൈ വാട്ട്സ് ഇമ്പോർട്ടന്റ് ടു യു അറ്റ് വർക്ക്, സോ യു നോ where to put your focus and effort for the future. വാല്യൂസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം നമ്മൾ എഫേർട്ട് കളഞ്ഞാൽ മതി. അനാവശ്യമായ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ മാനേജ്മെന്റ്, ഒരു ബോസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, വഴികളെ പോകുന്നവരൊക്കെ വിളിച്ചിട്ട് തെറി വിളിക്കും. അവസാനം എന്താണ്? മര്യാദയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പോലും വർക്ക് ചെയ്യാതാകും. ചിലർ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകും, അട്രിഷൻ റേറ്റ് കൂടും. അപ്പൊ നമ്മളെപ്പോഴും ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ വാല്യൂസ് ആണ്. ആസ്ക് യുവർ സെൽഫ്, സ്വയം ചോദിക്കുക, വാട്ട് ഡു ഐ വാല്യൂ ഇൻ മൈ വർക്ക് ലൈഫ് റൈറ്റ് നൗ? എന്റെ വർക്ക് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് എന്തിനാണ്? ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതാണോ അതാണോ കൺഫ്യൂഷൻ വരും. പിന്നീട് നിങ്ങൾക്ക് ക്ലിയർ ഒരു വിഷൻ കിട്ടും, എന്താണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? ഇതിനൊക്കെ എങ്ങനെ ഇതിന് പ്രചോദിപ്പിക്കാം എന്നുള്ളത് വിശദമായ ട്രെയിനിങ് ആണ്. നമ്മൾക്കിപ്പോ എല്ലാം പറയാൻ പറ്റില്ല. ഞാൻ പോയിന്റ്സ് വൈസ് ഒരു ചെറിയ വിവരണം പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ, ബ്രീഫായിട്ട്. അടുത്ത സബ് പോയിന്റ് ബി ഒബ്സർവന്റ് എന്നുള്ളതാണ്. ബി എ ഗുഡ് ഒബ്സർവർ. നന്നായിട്ട് വീക്ഷിക്കുന്നവരായിരിക്കണം. നന്നായിട്ട് വീക്ഷിക്കുന്നവർക്ക് ലൈഫിൽ ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എടാ ഇവൻ പോകുന്ന വഴി ശരിയല്ല കേട്ടോ, നോയിക്കോ, ഇവൻ നിനക്ക് ബിസിനസ്സിൽ നിന്റെ പങ്കാളിയാണെങ്കിൽ ഇവൻ നിനക്ക് പണി തന്നിരിക്കും. ഈ വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ സുഹൃത്തായിരിക്കും ഇത് പറയുന്നത് കേട്ടോ. നമ്മൾ ചിന്തിക്കും ഇവൻ അസൂയാണോ എന്താണോ. ഏകദേശം 1 വർഷം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ ആ കക്ഷി നമുക്കൊരു പാര വെച്ചിട്ട് കമ്പനിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇതെങ്ങനെ സാധിക്കുന്നു? ബൈ ഒബ്സർവൻസ്. ഒബ്സർവ് ചെയ്യുക പീപ്പിളിനെ ആളുകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് പിടികിട്ടും ഇന്ന ഇന്ന ചേഷ്ടകളുള്ള ആളുകള് ഇന്ന കാരണങ്ങൾ കൊണ്ട് നമുക്കിട്ട് പണി തരാനോ അതല്ലെങ്കിൽ ബിസിനസ്സിന് മോശം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷന് മോശമായിട്ടുള്ള കാര്യങ്ങളോ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. NLP-യില് നമ്മുടെ ഐസ് ഉണ്ടല്ലോ, കണ്ണുകളുടെ ചലനങ്ങൾ നോക്കിയിട്ട് നമ്മൾക്ക് കള്ളം പറയുന്നവരെ കണ്ടുപിടിക്കാം. നമുക്ക് വിശദമായിട്ട് പറയാൻ ഇപ്പൊ പറ്റില്ല. നമുക്കൊരു ഇനി ദൈവം അനുവദിച്ചാൽ നമുക്ക് വേറൊരു ഘട്ടത്തിൽ നമുക്ക് ഇത് വിശദമായിട്ടൊരു ക്ലാസ് ബിസിനസ് പീപ്പിളിന് വേണ്ടിയിട്ടുണ്ട്, സെയിൽസ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള, അത് നമുക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒബ്സർവ്, all our dreams come true if we have the courage to pursue them. നമുക്ക് ധൈര്യം ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. ഇത് വാൾട്ട് ഡിസ്നി പറഞ്ഞതാ. അമേരിക്കൻ ഫിലിം പ്രൊഡ്യൂസർ ആണ്. മിക്കി മൗസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പ്ലൂട്ടോ, ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഡിസ്നി സാമ്രാജ്യം വളർത്തുന്നതിന് മുമ്പ് പുള്ളി വളരെ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു കേട്ടോ. ബിൽഗേറ്റ്സ് വെറും ഹാർഡ്വെയർ ടെക്നീഷ്യൻ ആയിരുന്നു ഈ ലെവലിൽ നിന്നും ആ ലെവലിൽ എത്തുന്നതിന് മുമ്പ് കേട്ടോ. അവരെയൊക്കെ ശ്രദ്ധിച്ചറിയാം, ഇവര് ദാനം ചെയ്യുന്നവരാണ്. വാറൻ ബഫറ്റിനെയൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ബിൽഗേറ്റ്സ് ഒക്കെ അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഘടകം, വലിയൊരു ഭാഗം അവര് പാവപ്പെട്ടവർക്ക് വേണ്ടി പല സംഘടനകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. നമുക്കത് ചെയ്യാം. ഇതിലൊരു പ്രാപഞ്ചിക നിയമം നിലനിൽപ്പുണ്ട്. അത് NLP അല്ല. അതായത് ഇറ്റ് ഈസ് ഇൻ ഗിവിംഗ് ദാറ്റ് യു റിസീവ്. നമ്മൾ വിചാരം കൊടുത്താൽ നഷ്ടപ്പെട്ടെന്ന, അങ്ങനെയല്ല. കൊടുക്കുമ്പോൾ അത് 10 മടങ്ങായിട്ട് തിരിച്ചു വരും. ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്. ദ ലോ ഓഫ് ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ആൻഡ് ദി ലോ ഓഫ് എൻടൈറ്റിൽമെന്റ് എന്ന് പറയും. നമ്മൾ കൊടുത്താലാണ് നമ്മൾക്ക് മേടിക്കാനുള്ള അർഹതയുള്ളൂ. അപ്പൊ നമ്മളൊരു സർവീസ് ചെയ്യുന്നു, അപ്പോഴാണ് നമുക്ക് പണം തരുന്നത്. ഇതൊരു സൈക്ലിക്കൽ പ്രോസസ് ആണ് നടക്കുന്നത്. ദിസ് ഇസ് എ യൂണിവേഴ്സൽ ലോ. മണി ഈസ് നോട്ട് വാട്ട് ടു സേ, അതൊരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വെറും അസറ്റ് മാത്രമല്ല. ഇറ്റ്സ് ആൻ എനർജി. മണി ഈസ് ആൻ എനർജി. എസ്പെഷ്യലി ബിസിനസ് പീപ്പിൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണം എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് ആ എനർജി സർക്കുലേറ്റ് ചെയ്യപ്പെടണം സൊസൈറ്റിയിൽ, എങ്കിൽ മാത്രമാണ് അത് കയ്യിൽ വരിക. എന്റെ കയ്യിൽ കിട്ടുന്ന പണം ഞാൻ വീട്ടിൽ വരുന്ന ചേച്ചിക്ക് കൊടുത്തു. ആ ചേച്ചി കൊണ്ടുപോയിട്ട് പലചരക്ക് കടയിൽ പോയിട്ട് അരിയും സാമാനവും ഒക്കെ വാങ്ങിച്ചു. ആ പലചരക്ക് കടക്കാരൻ അത് അദ്ദേഹത്തിന് വീട്ടാനുള്ള ലോണിലേക്ക് അടച്ചു. ഈ പണം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്.
ദ യൂണിവേഴ്സൽ ലോ ഓഫ് സർക്കുലേഷൻ. ഓക്കെ, അപ്പോ പണം സർക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചവനായിരിക്കണം ഒരു ബിസിനസ്മാൻ. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ഗിവിംഗ് ദാറ്റ് യു റിസീവ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഫോക്കസ് ഓൺ യുവർ ഔട്ട്കംസ്. രണ്ടാമത്തെ പോയിന്റിന്റെ സബ് പോയിന്റ്സ് ആണ് കേട്ടോ വരുന്നത്. ഫോക്കസ് ഓൺ യുവർ ഔട്ട്കംസ്. നിങ്ങളുടെ ഔട്ട്കമ്മിനെയാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ആദ്യമായിട്ട് എന്ത് വേണം? പോയിന്റ് 1, ഹാവ് വെൽ ഫോംഡ് വിഷൻസ്. നന്നായിട്ട് ഫോം ചെയ്തിട്ടുള്ള വിഷൻ ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഫോക്കസ് ചെയ്യപ്പെടുക എന്നുള്ളത്. നല്ല വിഷൻ ഉള്ള ആളുകൾക്ക് അവർക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റും, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. There should be a focus in your life in order to have a successful business. അതൊരു വലിയ തത്വമാണ്. ബി സ്പെസിഫിക്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, ബി സ്പെസിഫിക് എന്ന് പറയും. സ്പെസിഫിക് ആയിട്ട് ഒരു വിഷൻ ഉണ്ടാവണം. പിന്നെ ഹൂ ഈസ് ഇൻ ചേഞ്ച് ഓഫ് ദിസ് ഔട്ട്കം. ആരാണ് ഈ ഔട്ട്കമിന് ചേഞ്ച് ഉണ്ടാക്കുന്നത്? The answer has to be you, because an outcome depends on other is not achievable by you. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ വിഷൻ ആരാണ് സെറ്റ് ചെയ്യേണ്ടത്? നമ്മൾ തന്നെയാണ് സെറ്റ്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കേണ്ടത് ഈ വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ, ഈസ് ഇറ്റ് ഗുഡ് ഫോർ യു? ഇത് എനിക്ക് ഗുണം ചെയ്യുന്നു. ഈ വിഷൻ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ, ഈസ് ഇറ്റ് ഗുഡ് ഫോർ മീ? ഇതെനിക്ക് ഗുണം ചെയ്യുമോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക് ഷുവർ ദാറ്റ് യു ബിൽഡ് ക്ലിയർ പിക്ചേഴ്സ് ഇൻ യുവർ മൈൻഡ് ഓഫ് വാട്ട് യു വാണ്ട് ടു അച്ചീവ്. ബി വെരി സ്പെസിഫിക് ആൻഡ് ക്ലിയർ. ഒരു ക്ലിയർ കട്ട് പിക്ചർ വേണം വാട്ട് യു വാണ്ട് ടു അച്ചീവ് എന്നുള്ളത്. നിങ്ങൾക്ക് എന്താവണം, ആ വിഷൻ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പിക്ചർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇനി രണ്ടാമത്തെ പോയിന്റിൽ വരുന്ന സബ് പോയിന്റ് ആണ്, don't just try, do it. ട്രൈ ചെയ്യലല്ല, just do it. നൈക്കി എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു വാചകം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നൈക്കിയുടെ ഷൂസ് ഒക്കെ വാരി വലിച്ചു വാങ്ങിയത്. just do it. just അങ്ങ് ചെയ്യുക. നിങ്ങൾക്ക് പേടിയുള്ള കാര്യമാണ്, just do it. Automatically your fear will go outside of your mind. It will be flushed out of your mind. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഫ്ലഷ്ഡ് ഔട്ട് ആവും. ട്രൈ ചെയ്യലല്ല, ജസ്റ്റ് ഡു ഇറ്റ് മാൻ എന്ന് പറയില്ലേ, ആ ഒരു സ്പിരിറ്റ് വേണം. ട്രൈങ് എന്ന് പറഞ്ഞാൽ അത് ഫെയിലിയറിനെയാണ് കാണിക്കുന്നത്. സോ ലീവ് ഔട്ട് ഓഫ് ദിസ് റോങ് വേർഡ് ട്രൈങ് വെൻ ഡിഫൈനിങ് യുവർ ബിസിനസ് ഗോൾസ്. ബിസിനസ് ഗോളില് നമ്മൾ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറയും, ഞാനേ ഒരു പുതിയ ബിസിനസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിക്കുന്നുണ്ട്, അതിന്റെ സാധ്യത എത്രയുണ്ടെന്ന് എനിക്ക് അറിയില്ല, എന്നാണ് ഞാൻ പണിക്ക് പോവാതിരിക്കുക. നെവർ ഡു ഇറ്റ്. ആ ബിസിനസ് വിജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എന്തിനാ വെറുതെ നമ്മള് എഫേർട്ട് കളയുന്നത്? നമ്മുടെ മണി, സമയം, ഇതെല്ലാം നഷ്ടമാണ്. ഇനി അടുത്ത പോയിന്റ്, കമ്മിറ്റ് ആൻഡ് ടേക്ക് ആക്ഷൻ. കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് 100% അല്ല കേട്ടോ, 200% കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും. 30 ലക്ഷം കടം വെച്ചിട്ട് ഇവിടെ വാഹന വിപണിയിൽ സെക്കൻഡ് ഹാൻഡ് കാർ വിറ്റുകൊണ്ടുവിടുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം. 5 പൈസ കയ്യിലില്ല, 30 ലക്ഷം രൂപ ലോൺ കടമെടുത്തിട്ട് അത് അടയ്ക്കാതെ ദുബായിൽ പോയിട്ട് പിന്നീട് 6 വർഷത്തിന് ശേഷം ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ എന്നെ ഒരു ഫെറാറിയിൽ എന്റെ ദുബായ് അദ്ദേഹം ചുറ്റിക്കൊണ്ട് കറങ്ങി. How he did that? അതാണ് കമ്മിറ്റ്മെന്റ് ടു ടേക്ക് ആക്ഷൻ. നമ്മൾ വളരെ കമ്മിറ്റ്മെന്റ് ആയിരിക്കണം നമ്മുടെ ആക്ഷനിൽ. ടേക്ക് ആക്ഷൻ ആണ് ഫസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ടേക്ക് ആക്ഷൻ, സെക്കൻഡ് കമ്മിറ്റ്മെന്റ് ടു ദ ആക്ഷൻ. 100 അല്ല, ഞാൻ പറയുകയാണെങ്കിൽ 200% എന്ന് പറയും. മോർ ദാൻ 100% ആണ്.
അങ്ങനെ വരുമ്പോൾ ഒരിക്കലും പരാജയപ്പെടാനാവില്ല നമുക്ക്. Take action to start achieving your goals from the moment you define them and keeping move forward. I'll read it again. Take action to start achieving your goals from the moment you define them and keep moving forward. ഇതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. കമ്മിറ്റ്മെന്റ് വന്ന ആക്ഷൻ വന്നോളൂ. അടുത്ത സബ് പോയിന്റ് break the old habits, change to the situation, break the old habits. ഈ സൂം മീറ്റിംഗ് പോലും നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് മാറ്റിയ ഒരു എക്സാമ്പിൾ ആണ്. കാലത്തിനൊത്ത് നീങ്ങുക. കൊറോണ കാലത്ത് നമ്മൾക്ക് നേരിട്ട് ഒരു മുറിയിലിരിക്കാൻ പറ്റില്ല, പക്ഷെ സൂം ആപ്ലിക്കേഷൻ വഴി നമ്മൾ ചെയ്യുകയാണ്. ഓൾഡ് ഹാബിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പണമടച്ച് കാത്തിരിക്കും, ട്രെയിനറിനെ കാത്തിരിക്കും, ട്രെയിനർ വരുന്നു, ഒരു റൂമിലിരുന്ന് ചെയ്യുന്നു. കാലത്തിനൊത്ത് മാറുക. ഒരു ബിസിനസ് മാന് നിലനിൽക്കണമെങ്കിൽ കാലത്തിനൊത്ത് കോലം കെട്ടണം എന്ന് പറയും. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയും പഴമക്കാർ. അങ്ങനെ വേണം. മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ മാറണം. അതുകൊണ്ടാണ് കുമാരനാശൻ പറഞ്ഞത്, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മാറ്റിക്കളയോ. നമ്മൾ മാറിയാൽ മതിയാവും. കാരണം നമ്മൾ പണ്ട് കറക്കി വിളിക്കുന്ന ഫോണായിരുന്നു, പിന്നെ നമ്മൾ ഞെക്കി വിളിക്കുന്ന ഫോണുകളായി, പിന്നെ അത് കയ്യിൽ പിടിച്ച് ഞെക്കി വിളിക്കുന്ന ഫോണുകളായി, കൊണ്ടു നടക്കാവുന്നതായി. പേജറൊക്കെ വന്നു അതിനു മുമ്പ്. പണ്ട് പേജറൊക്കെ കാണുമ്പോൾ വലിയ അത്ഭുതമായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അരയിൽ ഒരു പേജറൊക്കെ തിരികിട്ട് നടക്കുന്നത് കാണുമ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തില് വലിയ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. പിണി ഒരു സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു മെസ്സേജ് ഒക്കെ വരും. അവിടെ നിന്ന് മാറി പിന്നെ നമ്മൾ മൊബൈലിലെത്തി, സ്വിച്ചുള്ള മൊബൈലിലെത്തി. പിന്നീട് അങ്ങോട്ട് സ്വിച്ചുള്ള മൊബൈൽ മാറി തോണ്ടി വിളിക്കുന്ന മൊബൈലിലായി. അത് ഐഫോണിന്റെ രൂപത്തിലായി, സാംസങ്ങിന്റെ രൂപത്തിലായി, എന്തെല്ലാം രൂപത്തിലായി. ഇന്നിപ്പോ ലാപ്ടോപ്പിനെ ഞാൻ റീപ്ലേസ് ചെയ്തത് ഇതൊരു ന്യൂ ടെക്നോളജി അല്ലേ. എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്കുമായിട്ട് ഇന്ന് ഇത് ക്യാൻസൽ ചെയ്യാതെ നിങ്ങളെ കാണാൻ പറ്റിയത്? എന്റെ അടുത്ത് ഒരു ആൻഡ്രോയിഡ് മൊബൈലുണ്ട്, സൂം ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു വാലിഡ് ഐ ഡി ഉണ്ട്. ആ ഐ ഡിയിൽ കയറിയാൽ എനിക്ക് മീറ്റിംഗ് നടത്താം. കാലത്തിനൊത്ത മാറ്റങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇത് ഒരു ബിസിനസ്മാന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. ഓക്കെ, എങ്കിൽ മാത്രമേ ലോങ് ടേം ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ടേമിലൊക്കെ എന്തെങ്കിലും ഗിമിക്സ് ഒക്കെ കാണിച്ച് നമുക്ക് ആൾക്കാരെ പറ്റിക്കാം, പക്ഷെ ലോങ് ടേമിൽ നിലനിൽക്കണം. ഇപ്പൊ നോക്കിയ തന്നെ വലിയൊരു ഉദാഹരണമാണ്. സാംസങ് മൊബൈൽസ് വന്ന്, ആൻഡ്രോയിഡ് മൊബൈൽസ് വന്നപ്പോൾ സിംബിയാൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്ന ഞെക്കി വിളിക്കുന്ന മൊബൈൽ ഔട്ടായി. അതുവരെ മൊബൈൽ ഭീമന്മാരായിരുന്ന നോക്കിയ കമ്പനി എവിടെ പോയി? മാറണം പോലും ആൻഡ്രോയിഡിലേക്ക് എത്തിയ കാലഘട്ടമാണ്. മാറ്റത്തിന്റെ ഉൾക്കൊള്ളലാണ് അതെല്ലാം. ഓക്കെ, യൂസ് ഫെയിലിയേഴ്സ് ആസ് ഫീഡ്ബാക്ക്. NLPയുടെ ഏറ്റവും വലിയൊരു റൂളാണത്. ഫെയിലിയേഴ്സ് നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കണം. യൂസ് ഫെയിലിയേഴ്സ് ആസ് ഫീഡ്ബാക്ക്. പരാജയം എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. അല്ലാതെ പരാജയം വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉപേക്ഷിക്കലല്ല പരാജയം എന്ന് പറയുന്നത്. ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയാം. ഒരു കഴുതയുടെ കഥ കേട്ടിട്ടുണ്ട്. ആ കഴുത ഭാരമെടുത്ത് അവശനായി കഴിഞ്ഞപ്പോ അതിന്റെ ഉടമസ്ഥൻ അതിനെ ഉപേക്ഷിക്കുകയാണ്. ഉടമസ്ഥനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കഴുത നടന്നു പോകുന്ന സമയത്ത് കുറെ ആളുകൾ ചേർന്നിട്ട് അവനെ ഒരു പടുകുഴിയിലേക്ക് തള്ളിയിടുക. റോട്ടിൽ കൂടെ പോകുന്ന ആളുകളെല്ലാം റോഡിൽ ഈ കഴുതയെ കാണുമ്പോൾ കല്ലും കട്ടയൊക്കെ എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി, പാവത്തിന് നോവിക്കാൻ തുടങ്ങി. ചിലപ്പോ അവൻ മാറി നിന്ന് പല ഏറുകളിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ അവൻ അവിടെ പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന സമയത്തും ചിന്തിക്കുക. അപ്പൊ ഇഷ്ടികയും അതുപോലെ തന്നെ വെട്ടുകല്ലൊക്കെ എടുത്ത് എറിയുന്ന ആൾക്കാരുണ്ട്. കുട്ടികളൊക്കെ മണ്ണും കല്ലും ഒക്കെ വിളിച്ചെറിയുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്തു? ഈ വീഴുന്ന കല്ലുകളെല്ലാം കൂട്ടി പെറുക്കി വെച്ച് ഒരു കൂന ഉണ്ടാക്കി അതിന്റെ മുകളിൽ ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുക. ഈ അവസ്ഥയിലുള്ള പല ബിസിനസ്മാൻമാരെ നമ്മള് ചുറ്റുവട്ടത്ത് വീക്ഷിച്ചാൽ കാണാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ ദുബായിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 30 ലക്ഷം രൂപ കടവും വീടും എല്ലാം വിറ്റു, വേറെ ഒന്നും തന്നെയില്ല. 6 വർഷത്തിനുള്ളിൽ എല്ലാം മേക്ക് ഓവറാണ്. എല്ലാം he made up everything, even a Ferrari. It's possible. അപ്പോ യൂസ് ഫെയിലിയേഴ്സ് ആസ് ഫീഡ്ബാക്ക്, അത് വലിയൊരു ഘടകമാണ്. ഒരു പരാജയം വന്നുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യരുത്.
ഇനി അടുത്തത് ആസ്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഇത് പലപ്പോഴും മീറ്റിങ്ങുകളിലാണ് പ്രയോജനപ്പെടുന്നത് കേട്ടോ. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലും അല്ലാത്തടത്തും നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രോപ്പർ ക്വസ്റ്റ്യൻസ്. ആസ്കിങ് പ്രോപ്പർ ക്വസ്റ്റ്യൻസ് will brainstorm the meeting. If you are not getting the result you want, ask how and what questions to find out what you can do differently. ഇത്രയും നാൾ ചെയ്തുകൊണ്ടാണല്ലോ പരാജയപ്പെട്ടത്. Why don't you do it differently? എന്തുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്തുകൂടാ? അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കിടക്കുന്നു. ബി സ്പെസിഫിക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബി സ്പെസിഫിക് അബൌട്ട് വാട്ട് യു വാണ്ട്. എ വേഗ് സ്റ്റാർട്ട് പോയിന്റ് ക്യാൻ ഓൺലി ഗീവ് യു എ വേഗ് റിസൾട്ട്. അവ്യക്തമായ തുടക്കം അവ്യക്തമായ അവസാനത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് വ്യക്തമായ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ, സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യമായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്കമും കിട്ടും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് സ്പെസിഫിക്. നെക്സ്റ്റ് പോയിന്റ്, നമ്മുടെ മെയിൻ പോയിന്റിൽ ബി ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞു. അതിൽ വരുന്ന സബ് പോയിന്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ബി ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ. നല്ല ഒരു കമ്മ്യൂണിക്കേറ്റർ ആവണമെങ്കിൽ നമുക്ക് വേണ്ടത് എസ്റ്റാബ്ലിഷ് റാപ്പോ. റാപ്പോ ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ലേ, നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുന്നവനായിരിക്കും ഒരു ബിസിനസ്മാൻ. അതുകൊണ്ടാണ് ഇന്നൊക്കെ ബിസിനസ് മീറ്റിങ്ങുകൾ പരസ്പരം പങ്കുവെക്കാനുള്ള മീറ്റിങ്ങുകൾ വന്നത്. പല ചാപ്റ്റേഴ്സ്, JCI, അതുപോലെ തന്നെ BNI, അതുപോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എസ്റ്റാബ്ലിഷ് റാപ്പോ, നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ എംപ്ലോയീസ് ആയിട്ടും നിങ്ങളുടെ സബോർഡിനേറ്റ്സ് ആയിട്ടും MD ആരുമായിക്കൊള്ളട്ടെ, അവരുമായിട്ട് നിങ്ങൾ നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. റാപ്പോ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് തിങ്സ് ഡൺ. കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. ഓക്കെ, അപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലാവരുമായിട്ട് റാപ്പോ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, NLP-യിൽ അതിനു വേണ്ടി മിററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഒക്കെ ഉണ്ട്. അത് വിശദമായിട്ട് നമുക്ക് വേറെ ക്ലാസ്സിൽ നോക്കാം. അടുത്തത് സബ് പോയിന്റ് ആണ്. അതിൽ തന്നെ പേ അറ്റൻഷൻ. ഇപ്പോൾ തന്നെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ എത്ര പേര് അത് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ട്രെയിനർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. പേ അറ്റൻഷൻ. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ ഐസ്, ഫേസ്, വോയിസ്, ഇതിനെല്ലാം ആശ്രയിച്ചിട്ടിരിക്കും ഒരു ട്രെയിനറുടെ കഴിവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്മാൻ ഒരു മീറ്റിങ്ങിനെ ഒന്നും ഒരു നെഗോസിയേഷനാണ്. നമ്മൾ വളരെ അറ്റൻറ്റീവ് ആയിട്ട് അയാളുടെ കണ്ണുകള്, അയാളുടെ ചലനങ്ങള്, അയാളുടെ വോയിസിൽ വരുന്ന പിച്ചില്, ടോണിലുള്ള വ്യത്യാസങ്ങള്, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ he will be a go getter. ചെന്ന കാര്യം സാധിച്ചിട്ട് അയാൾ പോരും. അങ്ങനെ ആയിരിക്കണം ഒരു ബിസിനസ്. ഓക്കെ, go to the next point. Watch the eyes. നേരത്തെ പറഞ്ഞു ഞാൻ, കണ്ണുകളിലേക്ക് നോക്കുക. കണ്ണ് മുഖവും നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയും. നമുക്ക് സങ്കടം വന്നാൽ ആദ്യം റിയാക്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ കണ്ണാണ്. കള്ളം പറയുമ്പോൾ നമ്മളെ കണ്ണ് പോകുന്നത്, ഒരു കേൾവിയെ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് പോകുന്നത്, ഒരു കേൾവിയെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് പോകുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും NLP വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്കത് എല്ലാ വിശദാംശങ്ങളിലും കടക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ദി ഐസ് ആർ ദി വിൻഡോസ് ടു ദ സോൾ എന്നാണ് പറയുന്നത്. ആത്മാവിലേക്കുള്ള കവാടമാണ് നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഡോണ്ട് മെൻഷൻ ദ ബ്ലൂ ട്രീ. അതായത് ബ്ലൂ ട്രീ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല. ചൂസ് യുവർ ലാംഗ്വേജ് കെയർഫുള്ളി ആൻഡ് മേക്ക് ഷുവർ യു യൂസ് പോസിറ്റീവ് വേർഡ്സ് ടു ക്രിയേറ്റ് പോസിറ്റീവ് ഇമേജസ്. ബാഡ് വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക എംപ്ലോയീസിനോട്, അല്ലെങ്കിൽ നമ്മുടെ കീഴ് ഉദ്യോഗസ്ഥനോട്. നമ്മളൊരു മുതലാളിയാണെങ്കിൽ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചാൽ ഒരിക്കലും നമുക്ക് ഒരു റെസ്പെക്ട് കിട്ടില്ല. ഒരു എംപ്ലോയി നമ്മളെ ഭയപ്പെട്ടിട്ടല്ല വർക്ക് ചെയ്യേണ്ടത്. അതേസമയം ഒരു റാപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
നല്ലൊരു ഇമേജ് മുതലാളിയെ കുറിച്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ എം ഡിയെ കുറിച്ചുണ്ടെങ്കിൽ കീഴിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് അവരോട് നല്ല വാക്കുകൾ ഉപയോഗിക്കുക, ചീത്ത വാക്കുകൾ ഒഴിവാക്കുക. അടുത്തത് ക്രിയേറ്റ് എ പോസിറ്റീവ് സ്റ്റേറ്റ്. വീട്ടിൽ ഭാര്യയായിട്ട് ഒച്ച വെച്ച് വരുന്ന ബോസ്, അതൊരിക്കലും നമ്മുടെ ഓഫീസ് ഒരു പടക്കളമാവുന്നതിന് കാരണമാവരുത്. നമ്മുടെ ഓഫീസ് എപ്പോഴും സ്വൈര്യമുണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീ മനസ്സിലുള്ള ഒരുത്തിന് ആ തീ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കോരിയിട്ട് കൊടുക്കാൻ സാധിക്കും. സെയിൽസിലാണ് ഞാനിത് കൂടുതൽ കണ്ടിട്ടുള്ളത്. സെയിൽസിന് കൂടുതൽ ടാർഗറ്റ്, പറ്റാത്ത ടാർഗറ്റ് കൊടുത്തിട്ട് അത് അച്ചീവ് ചെയ്യാതിരുന്ന എംപ്ലോയീസിനെ വിളിച്ചിട്ട് തെറി വിളിക്കുക. നെവർ ഡു ഇറ്റ്. നമുക്ക് അവരെ റെസ്പോണ്ട് ചെയ്യാം. ഇങ്ങനെയാണ്, ഇത് ഇത്തവണ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായില്ലല്ലോ മിസ്റ്റർ ജിതേഷ്, നമുക്ക് അടുത്ത തവണ ഇതിന് മെച്ചമാക്കാൻ ഇനി എന്ത് ചെയ്യാം എന്നൊരു ചോദ്യമാണെങ്കിൽ അയാൾ പറയും, സാർ അടുത്ത തവണ നമുക്ക് കളം മാറി എന്ന് ചവിട്ടിയാലോ. അതേസമയം ഇയാളെ തെറി വിളിച്ചാലോ, അവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത കമ്പനി നോക്കാം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ എംപ്ലോയീസ്. ശരിയല്ലേ? നമ്മിൽ പലരും ചെയ്യുന്ന അതാ, എംപ്ലോയീസ് എല്ലാവരും ചെയ്യുന്ന അതാ. ഈ എംപ്ലോയി mentality and their psychology is very important. Organizational behavior, OB, it's a specific subject for psychologists. ഓർഗനൈസേഷനിൽ എങ്ങനെ ആളുകൾ ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുക. OB, ഓർഗനൈസേഷണൽ ബിഹേവിയർ. അത് പഠിച്ചിട്ടുള്ള നല്ലൊരു MBA കാരനൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും, ഉറപ്പാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് എ പോസിറ്റീവ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞാൽ ഡിസ്കവർ യുവർ, അടുത്തത് ബി എ ഗ്രേറ്റ് മോട്ടിവേറ്റർ എന്നുള്ള പോയിന്റിന് കീഴിൽ വരുന്ന സബ് പോയിന്റ് ഞാൻ പറയാൻ പോവുകയാണ്. ബി എ ഗ്രേറ്റ് മോട്ടിവേറ്റർ എന്നുള്ള മെയിൻ പോയിന്റിന് താഴെയുള്ള സബ് പോയിന്റ്സ്. ബി എ ഗ്രേറ്റ് മോട്ടിവേറ്റർ. ആദ്യം ഒരു മോട്ടിവേറ്റർക്ക് വേണ്ടത് ഡിസ്കവർ യുവർ ഓൺ ഡയറക്ഷൻ. ഡിസ്കവർ യുവർ ഡയറക്ഷൻ. നിങ്ങളുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നിങ്ങൾക്ക് തന്നെ അറിയില്ല എങ്ങോട്ടാ പോകണ്ടെങ്കിൽ പിന്നെ ആരെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ? ഈ പഴമക്കാർ പറയുന്ന ഒരു വാചകമുണ്ട്, ഒഴുക്കിന് കുത്തിയ കഴുക്കോല് പോലെ എന്ന് പറയും. അതായത് ഒഴുക്കുള്ള ഒരു നദി, അതിലേക്ക് ഈ കഴുക്കോൽ എന്ന് പറയുന്നത് നമ്മൾ ഈ തള്ളിക്കൊണ്ട് പോകാനായിട്ട് വഞ്ചി, വലിയ വള്ളം തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ കഴുക്കോലുണ്ടല്ലോ, ആ കഴുക്കോലം കിട്ടാതെ അത് പൊങ്ങിക്കിടക്കും വെള്ളത്തിൽ. ഒഴുക്ക് എങ്ങോട്ടാണോ അങ്ങോട്ട് പോകും. ഇതാവും കമ്പനിയുടെ അവസ്ഥ. നമുക്ക് ഒഴുക്കിനെതിരെയാണ് നീന്തണമെങ്കിൽ നമ്മൾ സ്ട്രാറ്റജീസ് ഫോം ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ്, നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ, ദിസ് ഈസ് അവർ ഡിറക്ഷൻ, ദിസ് ഈസ് അവർ എയിം, ദിസ് ഈസ് അവർ ഗോൾ എന്ന് സെറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയായിരിക്കണം ഒരു ബിസിനസ്. അടുത്ത പോയിന്റ്, നോ ദ റീസൺ വൈ. എന്തുകൊണ്ട്? നോ ദ റീസൺ വൈ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ലിസൺ ടു ഡിഫറെന്റ് പീപ്പിൾ ഇൻ യുവർ ഓഫീസ് who talks of possibilities and who is driven by necessities. Employees are two types. Please write it down. Employees are two types. രണ്ട് പേരുണ്ട്. Employees who talks about possibilities, സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നവര്. Employees who are driven by necessities, ആവശ്യകതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അപ്പൊ ആവശ്യകത ലാക്കാക്കി പ്രവർത്തിക്കുന്നവര്, അതുപോലെ തന്നെ പോസിബിലിറ്റി, സാധ്യതയെക്കുറിച്ച്. അപ്പോൾ നമ്മൾക്ക് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോഴാണ് ഈ ഒരു പോയിന്റിന്റെ വാലിഡിറ്റി വരുന്നത് കേട്ടോ. വളരെ വാല്യുബിൾ ആണ്. നോ ദ റീസൺ വൈ ദ കമ്പനി ഫെയിൽസ്. ആസ്ക് ദി പീപ്പിൾ വൈ ഇറ്റ് ഹാപ്പൻ. എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് നമ്മളൊരു ഗ്രൂപ്പിന് ഇട്ട് കൊടുത്താൽ പലരും പല അഭിപ്രായമായിരിക്കും പറയും. ആ രണ്ട് ടൈപ്പ് ആൾക്കാരുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ചിലർ പറയും, സാർ ഇങ്ങനെ ചെയ്തിരുന്ന ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്തില്ല. വേറെ ആള് പറയും, ഇത് അബ്സല്യൂട്ട് നെസസിറ്റി ആണ്, അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ, എങ്കിൽ വിജയിച്ചിരിക്കും എന്ന് പറയുന്നവര്. ഈ രണ്ട് ടൈപ്പ് ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, അവരോട് സംസാരിക്കുക. വൈ വി ഫെയിൽ, എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ബിസിനസിനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ബി കൺവിൻസിങ്.
പലർക്കും പല ബിസിനസ്മാനും ഇല്ലാത്ത ഒരു കഴിവാണ്. ഒരു നെഗോസിയേഷനൊക്കെ പോയാൽ, അതല്ലെങ്കിൽ ഒരു സെയിൽസിനൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സബോർഡിനേറ്റ്സ് എല്ലാവരും പരാജയപ്പെട്ട ഒരു ഭാഗത്ത് ചിലപ്പോൾ ഡയറക്റ്റ് ഇത് നടത്തുന്ന ഉടമസ്ഥൻ തന്നെ പോകേണ്ട അവസ്ഥ വരുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഈ ഉടമസ്ഥൻ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു കൺവിൻസിങ് കപ്പാസിറ്റി, ഒരു കൺവിൻസിങ് പവർ ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ്മാന് ആവശ്യം വേണ്ട ഘടകങ്ങളിൽ ഒന്നാണ് കൺവിൻസിങ് കപ്പാസിറ്റി. NLP-യിൽ അതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ടെക്നിക്സ് പറയുന്നില്ല, ഞാൻ പോയിന്റ്സാ പറയുന്നത്. കാരണം നമുക്ക് സമയം പരിധി കുറവാണ്. അതുകൊണ്ട് ഐഡന്റിഫൈ how many times or over what time scale you and others need to be persuaded before you are convinced. എത്ര തവണ നമ്മൾക്ക് ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടി വരും ഒരാളെ കൺവിൻസ് ചെയ്യാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. The key to successful leadership today is influence, not authority. ചെവിയെന്നുള്ളിക്കോ. The key to successful leadership today, in today's world, is influence. Influence ചെയ്യാൻ പഠിക്കുക. കൺവിൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. നോട്ട് അതോറിറ്റി. നിങ്ങൾ അതോറിറ്റി കാണിക്കുന്ന ഒരു അധികാരത്തിന്റെ ഇരിപ്പിടത്തിലിരിക്കുന്ന, സിംഹാസനത്തിലിരിക്കുന്ന രാജാവല്ല. അത് മറന്ന് ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു ഉന്തുവണ്ടി കാണുമ്പോൾ ആ ഉന്തുന്നവന്റെ മുന്നിൽ നിന്ന് വലിക്കുന്നവനായിരിക്കണം ആ വണ്ടി, ഉന്തുവണ്ടി. അല്ലെങ്കിൽ അവനെ ബാക്കിൽ നിന്ന് ഉന്തിക്കൊടുത്ത് അവനെ സഹായിക്കുന്നവനായിരിക്കണം ഇതിന്റെ MD അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ. അപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നല്ല ഐഡിയ ഉണ്ട്, an idea can change your life like anything എന്ന് പറയും. പക്ഷെ ആ ഐഡിയ പറഞ്ഞു ഫലിപ്പിക്കാനോ കൺവിൻസ് ചെയ്യാനോ ആ ബിസിനസിന്റെ ഐഡിയ നിങ്ങൾക്ക് ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വലിയൊരു പരാജയമായി മാറും. So try to convince others. ഇനി റിവാർഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റുകളെ റിവാർഡ് ചെയ്യുക. All successful people are big dreamers. എല്ലാവരും വലിയ സ്വപ്നം കണ്ടിരുന്നവരായിരുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. They imagine what their future could be, ideal in every respect, and then they work every day towards their distant vision. അവർക്ക് എപ്പോഴും ഒരു വിഷൻ ഉണ്ടാവും. ആ വിഷന് വേണ്ടിയിട്ട് വലിയ ഒരു ഗോൾ സെറ്റ് ചെയ്ത്, വലിയ ഒരു സ്വപ്നം സെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ആവശ്യം വേണ്ട ഒരു ഘടകം. If you are a team member who needs time to reflect your taking action before taking action, give them space to stay motivated. നമ്മുടെ കീഴിലുള്ള ഒരാള് കൂടുതൽ സമയമെടുത്ത് നല്ല ഔട്ട്പുട്ട് തരുന്ന ഒരാളായിരിക്കും. അയാളെ നിരാശപ്പെടുത്തരുത്, അയാളെ തെറി വിളിക്കരുത്, ബാഡ് വേർഡ്സ് പറയരുത്. നമ്മളൊരു ഒരു ടീം മെമ്പർ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എന്ന് വെക്കുക. ആ ടീം മെമ്പർ ആക്ഷൻ എടുക്കാൻ ഇച്ചിരി വൈകുന്ന ആളാണ്, ഇച്ചിരി സമയമൊക്കെ എടുക്കും. പക്ഷെ റിസൾട്ട് ഇസ് ട്രെമൻഡസ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അയാളെ നമ്മൾ മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്യുക, അവർക്കൊരു റിവാർഡ് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അയാള് കൂടുതൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അടുത്ത പോയിന്റ്. സെപ്പറേറ്റ് എക്സ്റ്റേണൽസ് ഫ്രം ഇന്റേണൽസ്. എക്സ്റ്റേണൽസിനെയും ഇന്റേണൽസിനെയും സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. അതായത് എക്സ്റ്റേണൽ പീപ്പിൾ ഉണ്ട്, ഇന്റേണൽ പീപ്പിൾ ഉണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ട്. വർക്ക്ഔട്ട് ഇഫ് യു ആൻഡ് യുവർ കൊളീഗ്സ് യൂസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഞാൻ വിശദീകരിക്കാം. If you have colleagues or clients like this, the only one way to convince them, അതായത് ഇന്റേണൽ പീപ്പിളിനെ കൺവിൻസ് ചെയ്യാൻ, ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് പറയാം. ഇന്റേണൽ പീപ്പിൾസിനെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? Only you know for certain whether this is right for you. You will know inside what you think എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന്. ഇന്റേണലി തിങ്ക് ചെയ്യുന്ന ഒരാളോട്, ചിന്തിക്കുന്ന ഒരാളോട് അങ്ങനെ പറഞ്ഞാൽ മതിയാവും, അയാൾ വർക്ക് ചെയ്തോളൂ. എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ, അവരോട് എങ്ങനെ പറയണം? തിങ്ക് വാട്ട് അതർ പീപ്പിൾ ഹിയർ വിൽ തിങ്ക് അബൌട്ട് ദിസ്. ചില ആൾക്കാരുണ്ട് എന്ത് പ്രവർത്തിക്ക് പോകുമ്പോഴും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമാവോ,
എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ വിഭാഗം. എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾ. അങ്ങനെയുള്ളവർ എന്ത് പറയണം? പുറത്തുള്ള ആൾക്കാര് എന്ത് വിചാരിക്കുന്നു പറയണം. ഇപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാം പാരന്റ്സ് ആണല്ലോ, എനിക്കുണ്ട് മക്കൾ. ഇന്റേണലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയോട് നമ്മൾ പറയേണ്ടത്, പഠിക്കാതിരിക്കുന്ന ഒരു കുട്ടിയോട് എന്താ പറയേണ്ടതെന്ന് അറിയോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കി, നീ പഠിക്കാണ്ടിരുന്ന നീ എന്ത് അവസ്ഥയിലെത്തും? ഇതാ കാണുന്ന യാചകനെ പോലെ അവനാണോ നിന്റെ ലൈഫ് ഉള്ളതെന്ന് പറഞ്ഞു അവൻ ചിന്തിക്കാൻ തുടങ്ങും. ഇന്റേണലാ. ഇനി ഇതൊന്നും ഒരു വിഷയമില്ലാത്ത ചില കുട്ടികളുണ്ടാവും, അവൻ ഇങ്ങനത്തെ ഒരു സ്ട്രോക്ക് കൊടുത്ത ഒരു കാര്യമില്ല. എംപ്ലോയീസിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. അത് വേറെ വിഭാഗക്കാർ, അതായത് ഔട്ട്സൈഡേഴ്സ് എന്ത് പറയുന്നു? എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ് അവനുള്ളത്. ഒരു റൗണ്ടിനുള്ളിൽ അവൻ നിൽക്കുന്നു. ഞാൻ ചെയ്തതാ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവനോട് പറയുക, ഒരു നല്ല പാരന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറയുക, മോനെ നീ ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കാണ്ട് കിടന്നു, 10ാം ക്ലാസ്സിലെ പരീക്ഷയാണോ വലിയ കടമ്പയാണ്, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. ദിസ് ഷുഡ് ബി ദ പാരന്റിങ്, ഓക്കെ. പക്ഷേ നീ തോറ്റു തുന്നം പാടിയും കൂടി വരുമ്പോ, നമ്മുടെ സിനിമയിൽ പറയില്ലേ, ഇതാ വരുന്നത് നിന്റെ മോൻ എന്ന് പറയില്ലേ, ജഗതിയെ കുറിച്ച് പറയുന്നില്ലേ, തോറ്റു വരുന്ന മോനെ കുറിച്ചിട്ട്, അല്ല ദിലീപിനെ കുറിച്ച് അച്ഛൻ പറയുന്നുണ്ട്, ദേ വരുന്നത് നിന്റെ മോൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ പോലെ അവനോട് പറയണം, മോനെ ഇത് കഴിഞ്ഞു വരുമ്പോ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോ ആൾക്കാർ മൂക്കത്ത് വിരൽ വെച്ച് പറയും, ശ്രീധരന്റെ മോന്ത് ഇത് ഇങ്ങനെ ആയല്ലോ. ഇത് പറയുമ്പോ അവന്റെ മനസ്സ് മാറും. ഇതുപോലെ തന്നെ പല എംപ്ലോയീസ് കിട്ടും. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്താൽ ഈ എംപ്ലോയീസ് വർക്ക് ചെയ്യും. അവരെ പറഞ്ഞു വിടേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനെ കൂടെ പ്രയോജനമില്ല, പറഞ്ഞു വിട്ടേക്കാൻ പറയും. നെവർ ഡു ദാറ്റ്. ഒരു എംപ്ലോയിയെ ഒരു കാരണവശാൽ ചെറിയ ചെറിയ റീസൺസിന് നമ്മൾ പറഞ്ഞു വിട്ടാൽ, അട്രീഷൻ റേറ്റ് കൂടുതലുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവന് തുടക്കത്തിലുള്ള എംപ്ലോയിയെ, പുറത്തു പോയൊരു എംപ്ലോയി ഈ ഇപ്പൊ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആരൊക്കെയാണെന്ന് തിരക്കും. പല എംപ്ലോയീസിന്റെ ഒരു സ്വഭാവമാണ്, ഞാൻ വർക്ക് ചെയ്തെടുത്ത ആ മുതലാളിയുടെ കീഴിൽ ഇപ്പൊ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോന്നൊന്നും എനിക്ക് അറിയണം. അഥവാ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒന്ന് വിളിക്കണം, എന്റെ പൊന്നു മോനെ ഈ മുതലാളി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത്. 3 മാസം കഴിയുമ്പോഴേക്കും ഇത് കേട്ട എംപ്ലോയി കിട്ടി, ഇംപ്രഷൻ മോശം. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ആളുകളെ പിടിച്ചു നിർത്തുക. വെറുതെ ചുമ്മാ ചെറിയ ചെറിയ റീസണിന് വെറുതെ പറഞ്ഞുവിടാൻ നിൽക്കരുത്. അത് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. കമ്പനിയുടെ അടിത്തറ ഇളകും. അങ്ങനെ അടിത്തറ ഇളകിയ കമ്പനികളുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ചൈനീസ് ഗുഡ്സ് എടുത്തിട്ട് ഡിസ്പെൻസർ, അതായത് സോപ്പ് ഡിസ്പെൻസർ അങ്ങനെയൊക്കെ ഉള്ള ചെയ്തിരുന്ന, അതില് ഏറ്റവും പഴക്കമുള്ള ഒരു സെയിൽസ് ഓഫീസർ ഉണ്ടായിരുന്നു. അവിടെ വലിയ പഠിത്തമൊന്നുമില്ലായിരുന്നു, അവന് നല്ല മിടുക്കനായ സെയിൽസ് ഓഫീസർ. അവനെ ഇയാളെ അവന്റെ മുതലാളി ഇവനെ മാക്സിമം വെറുപ്പിച്ചു. അവസാനം ഇവൻ ചെയ്ത പണി എന്താണെന്നറിയോ? ഇവൻ നടന്നപ്പോ ഈ കമ്പനിയുടെ വശങ്ങളെല്ലാം പഠിച്ചെടുത്തു. ഇന്നിപ്പോ അവന്റെ മുതലാളിയെ പോലെ തന്നെ ഒരു മുതലാളിയാണ്. അവൻ അതുപോലെ ഒരു കമ്പനി തന്നെ തുടങ്ങി. അതല്ലെങ്കിൽ എന്നും നല്ലൊരു സ്വഭാവമുള്ള ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ അയാളെ പിടിച്ചു നിർത്തിയാനെ അവൻ നല്ലൊരു ജനറൽ മാനേജറായിട്ട് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തേനെ. കാരണം ഇന്ന് അവൻ ചെയ്യുന്ന ബിസിനസ് അവന്റെ കയ്യിലിരിക്കുന്ന ബിസിനസ്സാ, അതും കൂടി നിങ്ങൾക്ക് വന്നേനെ. നിങ്ങളുടെ മോശം സ്വഭാവം കാരണം അവൻ സ്ഥലം വിട്ട് അടുത്ത ബിസിനസ് തുടങ്ങി സ്വന്തമായിട്ട്. ഇതിങ്ങനെ സംഭവിച്ച പല മഹാന്മാരെ എനിക്ക് പരിചയമുണ്ട്. എറണാകുളത്ത് തന്നെ, എറണാകുളത്ത് നിന്നല്ല, തിരുവനന്തപുരം, പല സ്ഥലങ്ങൾ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി റെസ്പെക്ട് വാല്യൂസ്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. റെസ്പെക്ട് വാല്യൂസ്. Dig deeply and find out why different values are important to motivate at the deep level. കുറച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സംരംഭകൻ, എന്റർപ്രണർ. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വാല്യൂസ് ആണ്? ഓരോ വാല്യൂസ് ഉണ്ട്. റെസ്പെക്ട് ദി വാല്യൂസ്, റെസ്പെക്ട് യുവർ എംപ്ലോയീസ്, റിവാർഡ് യുവർ എംപ്ലോയീസ്. ഒരു അച്ചീവ്മെന്റ് നേടിയാൽ അവന് വേണ്ടും വിധം ഒരു ചെറിയൊരു കഷ്ണം കടലാസ് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ മതി. ബെസ്റ്റ് സെയിൽസ്മാൻ, ഒരു ട്രോഫി, ദാറ്റ്സ് ഇനഫ്. അതൊരു മോട്ടിവേഷൻ ഫാക്ടറാണ് അവന് മുന്നോട്ട് പോകാൻ. റെസ്പെക്ട് ദെയർ വാല്യൂസ്. പല കമ്പനികളും PF ഒന്നും കൊടുക്കില്ല. PF കൊടുക്കുന്ന കമ്പനിയിൽ നോക്കൂ, അവിടെ നിൽക്കുന്ന ആളുകൾ അവിടെ തന്നെ നിൽക്കാൻ നോക്കും.
ഇതൊന്നും കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എനിക്കറിയാം. എന്ത് നേട്ടമുള്ളത്? ഒന്നും നേടാനില്ല. PF ഒക്കെ കൊടുക്കേണ്ടത് നല്ല കടമയാണ് ഒരു കമ്പനിയുടെ, നല്ല കമ്പനിയുടെ ലക്ഷണമാണ്. ഇന്നത്തെ എംപ്ലോയീസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിറങ്ങുന്നവരാണ്. MBA കാരൊക്കെയാണ് നമ്മുടെ കീഴിൽ വരുന്നത്. നമ്മൾ 10ാം ക്ലാസ്സും കുസ്തിയും കുറച്ച് ബിസിനസ് മാത്രം പഠിച്ചൊരു വ്യക്തിയായിരിക്കും. അവൻ വന്ന് ചിന്തിക്കും. കമ്പനിയിൽ 3 മാസം വർക്ക് ചെയ്യും. അവന്റെ പ്രൊബോഷണറി പീരീഡ് 3 മാസമാണെങ്കിൽ അത് കഴിയുമ്പോൾ അവൻ കിട്ടി. അവൻ മനസ്സിലാക്കി എംപ്ലോയറെ. PF ഇല്ലാത്ത കമ്പനി, ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത കമ്പനി, ഞങ്ങൾക്കൊരു ട്രെയിനിങ് പോലും തരാത്ത കമ്പനി. ട്രെയിനിങ് കൊടുത്ത ചെലവായിട്ടാണ് പലരും കാണുന്നത്. നല്ലൊരു ട്രെയിനിങ് കൊടുത്തു നോക്കിയാൽ നിങ്ങൾ സെയിൽസിലുള്ള ആൾക്കാരാണ്, ഒരു പുഷ്പം പോലെ പണിയെടുക്കുന്ന ആളാണ്. നല്ല ട്രെയിനേഴ്സ് കൊടുക്കുന്ന സെയിൽസ് ആണെങ്കിൽ കേട്ടോ, സെയിൽസ് ട്രെയിനിങ്. NLPയുടെ ഒക്കെ സെയിൽസ് ട്രെയിനിങ് വളരെ വാല്യൂബിൾ ആണ്. ആളെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരു സെയിൽസ്മാനെ നമ്മൾക്ക് മോൾഡ് ചെയ്തെടുക്കാം. ഒരു 20 മുതൽ 25 വയസ്സ് വരെയൊക്കെയുള്ള പിള്ളേരെ നമ്മൾ എംപ്ലോയീസ് ആയിട്ട് എടുത്താലുണ്ടല്ലോ, അവരുടെ ബ്രെയിനിനെ മോൾഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഓക്കെ, അധികം പറയുന്നില്ല. ഇനി അടുത്ത മെയിൻ പോയിന്റിലേക്ക് കിടക്കുകയാണ്, ബൂസ്റ്റ് യുവർ പെർഫോമൻസ്. നിങ്ങളുടെ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യാം? ആദ്യം എന്താണെന്നറിയോ? ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് അതർ പീപ്പിൾ. ഫസ്റ്റ് പോയിന്റ്, സ്വന്തം വിശ്വാസം ഉണ്ടാവണം ആദ്യം. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ വിശ്വസിക്കണം. അല്ലാതെ എപ്പോഴും സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു എംപ്ലോയറെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഒരു ടൂറിന് പോയാൽ എംപ്ലോയീസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൂർ എൻജോയ് ചെയ്യില്ല. ഭാര്യയും മക്കളുമായിട്ട് കാശ്മീരിൽ ടൂർ പോയേക്കാണ് ഞാൻ പറയുന്ന കഥാപാത്രം. അയാള് റിമോട്ട് ക്യാമറ വെച്ചിട്ട് വീക്ഷിക്കുകയാണ് ഏതൊക്കെ എംപ്ലോയി എന്നെ കുറ്റം പറയുന്നുണ്ട്, ഏതൊക്കെ എംപ്ലോയി പണിയെടുക്കാതിരിക്കുന്നുണ്ട്. ഈ നെഗറ്റിവിറ്റി മാത്രം നോക്കിയിരിക്കുന്ന ഒരു എംപ്ലോയറെ എനിക്കറിയാം. ആ സ്ഥാപനത്തിന്റെ MD ആണ്. ഒരു ടൂർ പോയാൽ പോലും അയാൾ ഭാര്യയും മക്കളുടെ കൂടെ എൻജോയ് ചെയ്യില്ല. അയാൾക്ക് ടെൻഷനാ. എന്നാൽ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്, അവൻ നടത്തിക്കോളും എന്നുള്ള വിശ്വാസമില്ല. ഇയാൾക്ക് കിടന്നാൽ ഉറക്കം വരുമോ ഒരു ടൂർ പോയാൽ? വൈ ഷുഡ് ബി ഡു ദാറ്റ്? മണ്ടത്തരമാണ്. എപ്പോഴും ഏതിനും സംശയാൽപതമായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ, സംശയാലുക്കളായിട്ടുള്ള ആൾക്കാർ. ഭാര്യയുടെ കിടപ്പറയിൽ പോലും ചിലപ്പോ അവർ ക്യാമറ കൊണ്ടുപോയി. നെവർ ഡു ഇറ്റ്. എംപ്ലോയീസിനെ ക്യാമറയിലൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ നേരിട്ട് കണ്ടു. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, അവരറിയാതെ ഒളി ക്യാമറ വെച്ചേക്കുന്നു. എന്നിട്ട് അയാളെ കുറിച്ച് എന്തോ നെഗറ്റീവായിട്ട് 2 എംപ്ലോയീസ് തമ്മിൽ പറഞ്ഞ് വിളിച്ചിട്ട് തെറി വിളിക്കുക, പറഞ്ഞു വിടുക. ഈ കമ്പനിയിൽ തുടർക്കഥയാണത്. ഇന്ന് വരെ അവിടെ ഒരാളും സ്ഥിരമായിട്ട് 6 മാസത്തിനുള്ളിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആവരുത് നമ്മുടെ ബിസിനസ്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് അതർ പീപ്പിൾ. എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമ്മൾ സെലക്ഷൻ എടുക്കുന്ന നല്ല ആൾക്കാരെ എടുത്താൽ മതി. ബിലീവ് ആൻഡ് ആക്ട് ആസ് ഇഫ് ഇറ്റ് വർ ഇമ്പോസിബിൾ ടു ഫെയിൽ. നമ്മുടെ ബിലീഫ് എങ്ങനെയായിരിക്കണം? ഇമ്പോസിബിൾ ടു ഫെയിൽ എന്നായിരിക്കണം. ഒരു ചെറിയ കഥ പറയാം. ഇംഗ്ലീഷില് ബിലീഫ് എന്നും ഫെയ്ത്ത് എന്നും പറഞ്ഞ 2 വേർഡുണ്ട്. ബിലീഫ് ആൻഡ് ഫെയ്ത്ത്. ഒരു രാജ്യത്ത് മഴ പെയ്യുന്നില്ല, ഒരു പ്രത്യേക പ്രദേശം എന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ പാസ്റ്റർ ഭയങ്കര പവറുള്ള ഒരു മനുഷ്യനാണ്. ആ പാസ്റ്റർ പറയാണ്, ആ രാജ്യത്തെ ആ ഒരു ഭാഗത്തെ ജനങ്ങളോട് പറയാണ്, 7 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ച്, ഈ ഞായറാഴ്ചയാണ് പറയുന്നത് കേട്ടോ, അടുത്ത ഞായറാഴ്ച നമ്മൾ പ്രാർത്ഥിച്ച് സ്തുതിക്കുമ്പോൾ മഴ പെയ്തിരിക്കുമെന്ന് എനിക്ക് വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഇത് പല ആളുകൾ കേൾക്കുന്നുണ്ട്. ഒരു 7 വയസ്സുള്ള ബാലനും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ കൈ തൂങ്ങി നിൽക്കുകയാണ്. 7 ദിവസം കഴിഞ്ഞു. 7ാം ദിവസം പ്രാർത്ഥനയും സ്തുതിപ്പൊക്കെ തുടങ്ങി. അപ്പൊ അന്ന് പാസ്റ്റർ ഒരു ഐഡിയ ഇട്ടു. ഇന്ന് നമ്മൾ ഹാളിൽ നിന്നല്ല പ്രാർത്ഥിക്കുന്നത്, പുറത്തു നിന്നാ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന തുടങ്ങി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ വീഴാൻ തുടങ്ങി. അപ്പോ സൈഡിലേക്ക് ആളുകളൊക്കെ ഓടി കയറി പാരിഷ് ഹോളിലും പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി. പക്ഷേ പാസ്റ്റർ നോക്കുമ്പോ ഒരു 7 വയസ്സുള്ള ബാലൻ ഒരു കൊടയും പിടിച്ചിട്ട് നിൽക്കുകയാണ്. 7 വയസ്സുള്ള ഒരു പിഞ്ചു പയ്യൻ ഒരു കൊട പിടിച്ചിട്ട് നിൽക്കുക. പാസ്റ്റർ പറയാണ്, ഇവന്റെ വിശ്വാസം കൊണ്ടാണ് മഴ പെയ്തത്. ഇത് വിശ്വാസമല്ല സുഹൃത്തുക്കളെ, ഇതിനാണ് അടിയുറച്ച വിശ്വാസം, അഥവാ ബിലീഫ് അല്ല, ഫെയ്ത്ത്. ഇവിടെയാണ് ഫെയ്ത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദൃഢമായ വിശ്വാസം അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വസിക്കാനും അത് സാധിക്കാനും കഴിയുകയുള്ളൂ. അല്ലാതെ ആവുമല്ലോ എന്നുള്ള ഒരു ഡൗട്ടോട് കൂടിയുള്ള വിശ്വാസമല്ല ഫെയ്ത്ത്, ദി അൾട്ടിമേറ്റ് ഫെയ്ത്ത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. അടുത്ത
കൺസെപ്റ്റ് ആണ്. ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. നമ്മുടെ പെർസ്പെക്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. എപ്പോഴും ഒരേ തോണിയിൽ തന്നെ ഒരേ പാതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. എപ്പോഴും ഒരു ചെയറിൽ ഇരുന്നിട്ട് നമ്മൾ അധികാരം ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. പുതിയ പുതിയ മെഷീനറീസ് വരുമ്പോൾ പുതിയ ട്രെയിനിങ് കൊടുക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ എക്സ്റ്റേണൽ ട്രെയിനേഴ്സിനെ വിളിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുക. പേഴ്സ്പെക്റ്റീവേ മാറ്റുക. ഇപ്പൊ ലോക്ക്ഡൌൺ ആയി, ഇനി കമ്പനിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം, അടുത്ത പെർസ്പെക്റ്റീവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കൊറോണ കാലത്തെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ഒരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോവാം, അതായിരിക്കണം അടുത്ത പെർസ്പെക്റ്റീവ്. അപ്പോൾ പെർസ്പെക്റ്റീവ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ച്. പ്രാക്ടീസ് ലുക്കിംഗ് അറ്റ് ലൈഫ് ഫ്രം അതർ പെർസ്പെക്റ്റീവ് ടു അവോയ്ഡ് കോൺഫ്ലിക്ട്സ്. അപ്പൊ കോൺഫ്ലിക്റ്റ് വരില്ല. ഇപ്പൊ ബുദ്ധിയുള്ള ആളെന്ന് പറയും, ഉറുമ്പുകൾ കണ്ടിട്ടുണ്ട്. ഉറുമ്പുകള് മഴക്കാലത്തിന് മുന്നേ തന്നെ വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കും. മഴക്കാലം ആകുമ്പോൾ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. കാരണം അവൻ ഇനി മഴക്കാലത്തേക്കുള്ളതെല്ലാം ശേഖരിച്ചു വെച്ചിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഈ കോവിഡിന്റെ കാലഘട്ടത്തില് നമ്മൾ ഇനി ബിസിനസ്സിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നല്ല വിഷനും പെർസ്പെക്റ്റീവും ഉള്ള ഒരാൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് പല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അടുത്ത പോയിന്റ്, ചേഞ്ച് യുവർ നെഗറ്റീവ് തോട്ട്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചേഞ്ച് യുവർ നെഗറ്റീവ് തോട്ട്സ്. ഫ്രം ദോസ് ഹു ബിലീവ് നോ പ്രൂഫ് ഈസ് നെസസറി. നിങ്ങൾക്ക് വിശ്വാസമുള്ളവരെ നിങ്ങൾ പ്രൂഫ് ചോദിക്കില്ല. ഫോർ ദോസ് ഹു ഡോണ്ട് ബിലീവ് നോ പ്രൂഫ് ഈസ് പോസിബിൾ. നമ്മൾക്ക് വിശ്വാസമുള്ള ഒരാളോട് നമ്മൾ പറയാണ്, ബാങ്കിൽ ഇത്ര ലക്ഷം രൂപ അടയ്ക്കണം കേട്ടോ മോനെ. നമ്മുടെ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ്, അവനത് അടച്ചു. അപ്പൊ അതിന്റെ റെസിപ്റ്റ് അക്കൗണ്ടന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മൈക്രോ മാനേജ്മെന്റ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ചെന്നിട്ട് നീ അക്കൗണ്ടന്റിന്റെ അടുത്ത് ചെല്ലൂ, ഞാൻ നോക്കട്ടെ, ഫയൽ എടുക്കട്ടെ. മാസം അവസാനം ആയിക്കൂടെ ഇത്? ഓരോ തവണയും വെറുപ്പിക്കണോ? പല എംപ്ലോയീസും പല മുതലാളിമാരും ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു നെഗറ്റീവ് തോട്ടാണത്. ഏത് നേരവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എംപ്ലോയീസ്. മനസ്സിലായോ? അപ്പോൾ ചേഞ്ച് നെഗറ്റീവ് തോട്ട്സ് ഫ്രം യുവർ മൈൻഡ്. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാനും ഇല്ല, ആവാനേ പറ്റില്ല മുന്നോട്ട് പോകാൻ. നെഗറ്റീവ് തോട്ട്സ് മൊത്തം നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം. ഇതിനൊക്കെയുള്ള NLP ടെക്നിക്സ് ഉണ്ട് കേട്ടോ, നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ അതിന്റെ പേഴ്സ്പെക്റ്റീവ് എല്ലാം അതിന്റെ പോയിന്റ്സ് പറഞ്ഞു പോവാം. ഇനി ചേഞ്ച് ദ ഫ്രെയിം. ഇപ്പൊ ഒരു ഫോട്ടോ, ആ ഫോട്ടോയുടെ ഫ്രെയിം വർഷങ്ങൾ കഴിഞ്ഞപ്പോ മാറാലേക്ക് പിടിച്ചു, പൊടിയൊക്കെ പിടിച്ചെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? ആ ഫ്രെയിം അങ്ങ് മാറ്റും, അല്ലേ? If I have the belief that I can do it, I shall surely acquire the capacity to do it, even if I may not have it at the beginning. മഹാത്മാഗാന്ധി പറഞ്ഞ കേട്ടോ, തുടക്കത്തിൽ എനിക്ക് അതിനുള്ള കഴിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാധിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ദ ഫ്രെയിം. നമ്മുടെ തോട്ട് ഫ്രെയിം ആണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലുള്ള ഫ്രെയിം. NLPയിൽ ഫ്രെയിം ഉണ്ട്. നെഗറ്റീവ് ഫ്രെയിമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് ഫ്രെയിമിനെ കൊണ്ടുവന്ന് മനസ്സിൽ സൂം ചെയ്ത് വീക്ഷിച്ചിട്ട് അതിനെ വലിയൊരു പിക്ചർ ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിന് ചുറ്റും ഒരു വൈറ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. പ്രീവിയസ് ഫ്രെയിം ബ്ലാക്ക് ആണെങ്കിൽ പുതിയ ഫ്രെയിമിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചേഞ്ച് ദ ഫ്രെയിം എന്നുള്ള വേർഡ് NLP പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോ മീനിങ് ഡിപ്പെൻഡ്സ് ഓൺ കണ്ടെസ്റ്റ്. സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് ദി മീനിങ് ഓഫ് സംതിങ്, റീഫ്രെയിം ഇറ്റ്. അതും വേറെ ടെക്നിക്കാണ്. ഒരു കാര്യത്തിന്റെ മീനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ റീഫ്രെയിം ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോ എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള തർക്കം വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് അറിയൂ? 6 എന്ന് എഴുതിയിട്ട് എംപ്ലോയർ പറയും, അല്ലെങ്കിൽ മുതലാളി പറയും, മോനെ ഇത് 6. അപ്പുറത്തെ മേശയ്ക്കപ്പുറം ഇരിക്കുന്ന എംപ്ലോയി എന്ത് പറയും? അവൻ പറയും, സാറേ അല്ല, ഇത് 9. ഇത് രണ്ടുപേരും രണ്ട് ശരികൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? എംപ്ലോയറുടെ സൈഡിൽ നിൽക്കുമ്പോൾ 6 എംപ്ലോയിയുടെ സൈഡിൽ നിൽക്കുമ്പോൾ അത് 9 മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ദ ഫ്രെയിം. സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി എംപ്ലോയി ഓർ ദി എംപ്ലോയർ. അവിടെ എന്താണ് ആവശ്യം എന്നുള്ള അവിടെ ചിന്തിക്കണം.
അവിടെ മാറ്റം വരുത്തേണ്ട എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയിയെ മാറ്റം വരുത്തണം, എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയറെ മാറ്റം വരുത്തണം. ഓക്കെ, നല്ലൊരു ടെക്നിക്കാണ് ഈ ഫ്രെയിമിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. NLP-യിലെ വലിയ ടെക്നിക്കാണ്. വിശദമായിട്ട് ഒരു അരമണിക്കൂറൊക്കെ എടുക്കേണ്ട കാര്യമാണ്, അതിലേക്ക് കടക്കാൻ പറ്റും. പോയിന്റ്സ്. ഇനി ആങ്കർ പോസിറ്റീവ് ഫീലിങ്സ്. ആങ്കർ ചെയ്യുക, നങ്കൂരം ഇടുക. പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് കൊണ്ട് നങ്കൂരം ഇടുക. അത് അവിടെ ഉറച്ചു നിൽക്കട്ടെ. നിങ്ങളുടെ കപ്പൽ മുങ്ങത്തില്ല, അനങ്ങത്തില്ല. അത് അവിടെ ഉറച്ചു നിൽക്കുക നങ്കൂരം. മനസ്സിലായോ? ഈ നങ്കൂരം ഇടുന്നത് കറക്റ്റ് ആവണം. പോസിറ്റീവ് ഫീലിങ്സ് കൊണ്ടായിരിക്കണം, നെഗറ്റീവ് ഫീലിങ്സ് കൊണ്ടല്ല. ഈ ആങ്കറിങ്ങിനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ട്. ആങ്കറിംഗ് എന്ന് പറയുന്നത് NLP-യിലെ ഒരു ഇമ്പോർട്ടന്റ് ടെക്നിക്കാണ്. നമുക്ക് പല ട്രിഗേഴ്സ് ഉപയോഗിച്ചിട്ട് ആങ്കർ ചെയ്യാം. ഇപ്പോൾ ചൂണ്ടുവിരലും അതുപോലെ തന്നെ തമ്പും ചേർത്ത് പിടിച്ചിട്ട് നമുക്കൊരു ആങ്കറിംഗ് മെത്തേഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള ആങ്കറിംഗ് മെത്തേഡ്സ് ഉണ്ട്, ട്രിഗറിംഗ് മെത്തേഡ്സ് ഉണ്ട്, സ്വിഷ് രീതിയുണ്ട്, ദുശീലങ്ങൾ മാറ്റാനായിട്ടുള്ള. അങ്ങനെയൊക്കെ ഫുള്ള് നമുക്ക് ഇതിലേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോ ആങ്കേഴ്സ് ആർ എ വേ ഓഫ് ക്രിയേറ്റിംഗ് എ ഗുഡ് ഫീലിംഗ് വെനെവർ യു നീഡ് ടു ഫീൽ പോസിറ്റീവ് ഓർ എനർജൈസ്ഡ്. അപ്പോ ഒരു ആങ്കറിംഗ് മെത്തേഡ് NLP പഠിച്ച ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എത്ര നെഗറ്റീവ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഞാൻ പിടിക്കുന്ന NLP ആങ്കർ ഇതാണ്. അതായത് ഫോർ എക്സാമ്പിൾ 3 times press the thumb and index finger like this. Close your eyes, take deep breath. 3 times pressing this. I am positive. മനസ്സ് അത്ര മണ്ടന, സബ് കോൺഷ്യസ് മൈൻഡ് അത്ര മണ്ടന. പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ സുഹൃത്തുക്കളെ, ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം പറയാം. ഒരു സ്ത്രീ ഡെയിലി പ്രാർത്ഥിക്കും. മോൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പോ ബൈക്ക് എടുത്തിട്ട് പോവല്ലേ, ഡെയിലി ഇങ്ങനെ പോകുമ്പോ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. അമ്മ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ മകനെ ആപത്തൊന്നും വരാതെ കാത്തുകൊള്ളണേ ദൈവമേ എന്നാണ്. കേട്ടല്ലോ? എന്റെ മകനെ ആപത്തൊന്നും കൂടാതെ കാത്തുകൊള്ളണമേ ദൈവമേ. ഒരു ദിവസം ഈ കുട്ടി അപകടത്തിൽപ്പെടുന്നു, കാലൊടിഞ്ഞു, രക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ പ്രാർത്ഥന നോ എന്ന് പറയുന്നത് അതൊന്നും അവനൊന്നും കേൾക്കില്ല. അവൻ പറയുന്നത് ആപത്ത് ആപത്ത് ആപത്ത്. ദൈവമേ എനിക്ക് ആപത്തൊന്നും വരുത്തല്ലേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എന്നെ സുരക്ഷിതനായിട്ടിരിക്കുന്നതിന്, അങ്ങനെ അനുഗ്രഹം തന്നതിന് നന്ദി എന്ന് പറഞ്ഞാൽ അത് ധാരാളമായി. അതിന് 1 മണിക്കൂറൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇതിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയാണ്. അവൻ എന്ത് പറയുന്നു അത് അതേപോലെ തന്നെ കേൾക്കുള്ളൂ. വരുത്തല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് വരും. കാരണം നമ്മുടെ മനസ്സ് അട്രാക്ട് ചെയ്യുന്നത് അപകടമാണ്. അപ്പൊ എന്തായി? അപകടം ഉണ്ടായി. അപകടം വരുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയും കേട്ടു. എന്താണ്? കാലൊടിഞ്ഞു, 3 മാസം വീട്ടിലിരുന്നു, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ടോ? ഇതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള അബദ്ധങ്ങൾ. ഇതൊക്കെ NLP കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഫർമേഷൻസ് ഒക്കെ. ഇനി ചേഞ്ച് യുവർ ലാംഗ്വേജ്. അടുത്ത പോയിന്റ്, ചേഞ്ച് യുവർ ലാംഗ്വേജ്. നിങ്ങളുടെ ഭാഷയെ നിങ്ങൾ മാറ്റുക. നല്ലൊരു ബിസിനസ്മാൻ ആവണം, നല്ലൊരു എംപ്ലോയർ ആവണമെങ്കിൽ ചേഞ്ച് യുവർ ലാംഗ്വേജ്. നിങ്ങളുടെ ഭാഷയെ തന്നെ നിങ്ങൾ മാറ്റണം. If you realize how powerful your thoughts are, you would never think a negative thought. ഒരിക്കലും നിങ്ങളുടെ തോട്ടിന്റെ പവർ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി ചിന്തിക്കില്ല. ഈ തലമണ്ട, നമ്മുടെ ബ്രെയിൻ 2.5 അല്ലെങ്കിൽ 3 pounds ഉള്ള ഈ സാധനത്തിന്റെ ഉള്ളില് ഇത് ഡസ്റ്റ്ബിൻ അല്ല. ഇതിനുള്ളിലേക്ക് കുത്തി നിറയ്ക്കേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഗാർബേജ്, ഔട്ട്പുട്ട് ഗാർബേജ്. എന്താണോ അകത്തേക്ക് കൊടുക്കുന്നത് അതാണ് പുറത്തേക്ക് വരിക. നമ്മൾ ഛർദ്ദിക്കുന്നത് എന്താണ്? തിന്നതല്ലേ ഛർദ്ദിക്കാൻ പറ്റുള്ളൂ. തിന്നതല്ലാതെ എന്തെങ്കിലും ഛർദ്ദിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഡെയിലി ബേസിസിൽ എന്ത് കൊടുക്കുന്നു? നമ്മളൊരു തീരുമാനം എടുക്കുക. നല്ല മോട്ടിവേഷണൽ ട്രെയിനിങ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അത് അറ്റൻഡ് ചെയ്യുന്നു, നമ്മളത് സ്വാംശീകരിക്കുന്നു, ആ പോയിന്റുകൾ എഴുതി വെക്കുന്നു, അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ഇൻപുട്ട് ആവുന്നത്. ഡെയിലി ഒരു സെൽഫ് മോട്ടീവ് പുസ്തകമെങ്കിലും വായിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു 3 പേജ് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 5 പേജ്. എത്ര മിനിറ്റ് എടുക്കും? 15 to half an hour. അറ്റ്ലീസ്റ്റ് ടേക്ക് 1 hour. കിടക്കുന്നതിന് മുമ്പ് 10 മണിക്ക് കിടക്കുന്ന ഒരാളാണെങ്കിൽ 10:30 വരെ നീട്ടി വെച്ചോ. അരമണിക്കൂർ ഇത്തരം നല്ല സെൽഫ് മോട്ടിവേഷനുള്ള, സെൽഫ് ഇംപ്രൂവ്മെന്റിനുള്ള ബുക്കുകൾ മസ്റ്റായിട്ട് വായിച്ചോ. ഒരു 21 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ തന്നെ ഒരു മാറ്റം വരും. ഓട്ടോമാറ്റിക്. അത് ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ പ്രത്യേകതയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറെ ക്ലാസ്സിൽ പറയാം. അപ്പൊ ചേഞ്ച് യുവർ ലാംഗ്വേജ് ഓഫ് യുവർ മൈൻഡ്. ഓക്കെ, യൂസ് പോസിറ്റീവ് ലാംഗ്വേജ് ടു ടോക്ക് ടു യുവർ സെൽഫ് ആൻഡ് റീഇൻഫോഴ്സ് യുവർ സക്സസ്.
എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്ന മുതലാളിമാരെ കണ്ടിട്ടുണ്ടോ? അവരുടെ എംപ്ലോയീസ് പോസിറ്റീവായിരിക്കും. നമ്മൾ പോസിറ്റീവ് ആണോ, ആ കരിസ്മ മറ്റുള്ളവരിലേക്ക് നമുക്ക് പാസ് ഓൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആസ് എൻ എംപ്ലോയർ ഓർ എ ബിസിനസ് മാൻ ഓർ എൻ എന്റർപ്രണർ. ഓക്കെ, അടുത്ത പോയിന്റ്, റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു ക്രിറ്റിസിസം. വിമർശനത്തെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. വിമർശനം വരുന്നത് എന്തുകൊണ്ടാ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ആ വിമർശനത്തെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്നെ കുറിച്ചൊരു അപവാദം പറയുന്നുണ്ട്. ചിരിക്കാത്ത MD, ആക്ച്വലി അയാൾ ഒരു പാവത്താനായിരുന്നു, ഇയാൾ ചിരിക്കാത്ത ആളാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ആ ക്രിറ്റിസിസത്തിന് കാരണം എന്താണ്? മേ ബി യുവർ നേച്ചർ, നിങ്ങളുടെ സ്വഭാവം അതായിരിക്കും. അത് മാറ്റാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് ആത്യന്തികമായിട്ടൊരു ചേഞ്ച് വരുന്നത്, മറ്റുള്ളവരിൽ വരുന്നത്. അടുത്തത്, ബി യുവർ ഓൺ സക്സസ് കോച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഗതിയാണ്. ബി യുവർ ഓൺ സക്സസ് കോച്ച്. നിങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളുടെ സക്സസ് കോച്ച്. ബി ദ മാസ്റ്റർ ഓഫ് യുവർ ഓൺ സബ്കോൺഷ്യസ് മൈൻഡ് ആൻഡ് യുവർ ലൈഫ്. യു ക്യാൻ റീറൈറ്റ് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ വിധിയെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ സാധിക്കും. നിങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളുടെ കോച്ച്. വൈ നോട്ട്? എന്തുകൊണ്ടില്ല? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. മനസ്സിലായോ? ഡെവലപ്പ് സക്സസ് ഫ്രം ഫെയിലിയേഴ്സ്. പരാജയപ്പെടാത്തവരുടെ കാര്യം എടുത്താൽ നോക്കാം, അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പരാജയപ്പെട്ടാൽ മാത്രമാണ് സക്സസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഡിസ്കറേജ്മെന്റ് ആൻഡ് ഫെയിലിയേഴ്സ് ആർ ടു ഓഫ് ദി ഷുവറസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഫോർ സക്സസ്. ഡെയിൽ കാർണഗി പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? ഫെയിലിയറും ഡിസ്കറേജ്മെന്റും. മറ്റുള്ളവർ നമ്മളെ ഡിസ്കറേജ് ചെയ്യും, നിരുത്സാഹപ്പെടുത്തും. ഇത് രണ്ടും നമുക്ക് പ്രോത്സാഹനമാവണം. ഫെയിലിയർ നമുക്ക് സക്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെയാണ്, ആ സ്പിരിറ്റിലാണ് ഒരു ബിസിനസ് മാൻ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരു പരാജയം വരുമ്പോഴേക്കും കെട്ടുമടക്കി കഴിഞ്ഞു പണി, 1 കോടിയുടെ നഷ്ടം വന്നു. എന്നാൽ ആ 1 കോടിയുടെ നഷ്ടം ഉണ്ടായ സ്ഥലത്ത് വ്യത്യസ്തമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ ചിന്തിച്ച് ഇതിന്റെ വേറെ കോണിലൂടെ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്താൽ അത് സക്സസ് ആക്കാൻ പറ്റും. അത് ചിന്തിക്കുന്നില്ല, അപ്പോഴേക്കും മൂടിക്കെട്ടും. പല ബിസിനസ് മാൻമാരോടെ ഒരു പരാജയം വരുമ്പോഴേക്കും കഴിഞ്ഞു. കണ്ടില്ലേ? എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അവര് ഘോരം ബാറിലേക്ക് ഇരുന്ന് പ്രസംഗിക്കും. എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് കേൾക്കുന്ന ഒരു കൂട്ടുകാരൻ അതേ ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് എന്താണോ അതുപോലെയാണ്. ബി യുവർ ഓൺ സക്സസ് കോച്ച്. യു ക്യാൻ കോച്ച് യുവർ സെൽഫ് ടു സക്സസ് ഓവർ ഡേയ്സ്, വീക്സ് ആൻഡ് ഇയേഴ്സ്. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ ആഴ്ചയിലും, ഓരോ വർഷവും നിങ്ങൾക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി എക്സലൻസ് മോഡൽ ചെയ്യുക. മോഡൽ എക്സലൻസ്. ബോറോ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്സ് ഫ്രം അച്ചീവേഴ്സ് ഇൻ യുവർ ബിസിനസ്. ഇതേ ബിസിനസ് ചെയ്ത് വിജയിച്ച എത്ര ആൾക്കാരുണ്ടെന്ന് പഠിക്കുക. അവരുടെ വിശദാംശങ്ങൾ എടുക്കുക. പരാജയം വന്നപ്പോൾ അവർ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കും അത് ലൈഫിൽ ഉപയോഗിക്കാം, രക്ഷപ്പെടാം. അല്ലാതെ പരാജയം വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉപേക്ഷിച്ചു പോരലല്ല. ടേക്ക് റെസ്പോൺസിബിലിറ്റി. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. എന്ത് പരാജയം വന്നാലും ആ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി ആദ്യം പറഞ്ഞതിൽ 6ാമത്തെ പോയിന്റുകളിൽ മേക്ക് എ പവർഫുൾ ഇംപ്രഷൻ, അതിന്റെ സബ് പോയിന്റ്സ് ആണ് പറയുന്നത്. ആകെ 7 പോയിന്റ് ആണ് ഉള്ളത്. 12, 10 ആകുമ്പോഴേക്കും നിർത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പോ മേക്ക് എ പവർഫുൾ ഇംപ്രഷൻ, അതിന് കീഴിൽ വരുന്ന സബ് പോയിന്റ്സ് ആണ് ഇനി പറയുന്നത്. ഓക്കെ. According to surveys, the majority of people are afraid of standing up in front of a group and presenting. പല ആളുകൾക്കും ഒരു ഗ്രൂപ്പിന് മുമ്പിൽ വരുമ്പോൾ മുട്ടുപിറയ്ക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? സുഹൃത്തുക്കളെ? സിമ്പിൾ. ഡു വാട്ട് യു ഫിയർ. ഡു വാട്ട് യു ഫിയർ. നിങ്ങൾക്ക് എന്തിനാണോ പേടിയുള്ളത് അതിനെ നിങ്ങൾ കയ്യിലെടുക്കുക, അതിനെ ഫേസ് ചെയ്യുക. നമ്മുടെ മുമ്പിലിരിക്കുന്നത് 40-50 പേരായിരിക്കാം. അവർ സിംഹമാണോ, ആനയാണോ, മതയാനയാണോ? നത്തിങ്. പിന്നെ എന്തിനു നിങ്ങൾ പേടിക്കണം? അതുപോലെ വളരെ ഈസി ആയിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക. മനസ്സിലായോ? അപ്പോൾ ആൾക്കാർക്ക് പറ്റുന്നത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഇനി ഇംപ്രഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്, ലേൺ ഫ്രം ദി മാസ്റ്റേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, ലേൺ ഫ്രം ദി മാസ്റ്റേഴ്സ്. ഇതിൽ മാസ്റ്റർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. മാസ്റ്റേഴ്സ്
അതായത് NLP മാസ്റ്റർ, EFT മാസ്റ്റർ, അങ്ങനെ മാസ്റ്റർ ആയിട്ടുള്ള പ്രാക്ടീഷണറുടെ കയ്യിൽ നിന്നും ട്രെയിനിങ് കിട്ടുക. ലേൺ ഫ്രം ദി മാസ്റ്റേഴ്സ്. അതാണ് ഒരു ടെക്നിക് ഇംപ്രഷൻ കൂട്ടുവാനായിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഫോക്കസ് ഓൺ യുവർ ഓഡിയൻസ് റീസൺസ് ഫോർ ബീയിങ് അറ്റ് ദ മീറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈ ദർ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, വാട്ട് ഐ ഡിസയർ. നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ബിസിനസ്സുകാരാണ് കൂടുതൽ എന്നുള്ള പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് ഈ ഒരു സബ്ജക്ട് തിരഞ്ഞെടുത്തത്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ബഡ്ഡിംഗ് ആയിട്ടുള്ള എന്റർപ്രണേഴ്സ് ആവാനിരിക്കുന്ന യങ്സ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നവരെയും എല്ലാവരെയും ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണം എന്റെ ടോക്ക് പോകേണ്ടത്, അല്ലേ? അപ്പൊ എനിക്ക് ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇത് തന്നെയാണ് ബിസിനസ്സിലും ചെയ്യേണ്ടത്. നമ്മുടെ കസ്റ്റമേഴ്സിനെ ഏത് രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാം എന്ന് വ്യക്തമായിട്ട് പഠിച്ചാലാണ് നമുക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റൂ. അടുത്ത പോയിന്റ്, യൂസ് സ്റ്റോറീസ്. കഥകൾ ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ കഥകൾ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടല്ലോ. ബിലീഫ് ആൻഡ് ഫെയ്ത്ത് വളരെ എളുപ്പം മനസ്സിലാവാനായിട്ട് ഇപ്പൊ നിങ്ങൾ ജന്മത്തിൽ മരിച്ചാൽ പോലും നിങ്ങൾ മറക്കാതെ അത് ഓർത്തിരിക്കും, അല്ലേ? സ്റ്റോറീസ് പറയുമ്പോൾ നമ്മുടെ മൈൻഡിന് പ്രത്യേകത ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റോറി. യൂസ് സ്റ്റോറീസ്. സീക്ക് ഔട്ട് എക്സാമ്പിൾസ്. നമ്മളെ പോലുള്ള ഒരു എക്സാമ്പിൾസ് പഠിക്കുക. ദ സ്റ്റോറി ക്യാൻ ബി വെരി സിമ്പിൾ. സിമ്പിൾ ആയിരിക്കുക. ഹാവ് സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് സ്റ്റോറി ലൈൻ. നമ്മളുടെ സ്റ്റോറി നാം എഴുതുക. എന്റെ പേര് സമീർ എന്നാണെന്ന് എഴുതുക. ഷമീർ, ഐ ആം ഷമീർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു നോവൽ എഴുതുക. എന്റെ സ്റ്റോറി ഇതാണ്, എന്റെ സക്സസ്ഫുൾ ലൈഫ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സ്റ്റോറി എഴുതി വെക്കുക. യുവർ ഓൺ സ്റ്റോറി. ആ സ്റ്റോറിയിലെ ക്യാരക്ടർ പ്ലേ ചെയ്യാനുള്ള ആക്ടറായി മാറുക നിങ്ങൾ. മനസ്സിലായോ? ഇറ്റ്സ് വെരി ഈസി. സിമ്പിൾ ടെക്നിക്കാണ്. ഇപ്പൊ മോഡലിംഗിലൊക്കെ ചെയ്യുന്നത്, NLPയിൽ മോഡലിംഗിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ടെക്നിക്കാണത്. വിജയിച്ച ആൾക്കാരെ അതുപോലെ തന്നെ മോഡൽ ചെയ്യും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, സർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, എനിക്ക് യൂസഫ് അലി ആവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും ആവാൻ പറ്റില്ല. കാരണമുണ്ട്. യൂസഫ് അലി ഈസ് വൺ ആൻഡ് ഓൺലി വൺ. അയാൾ ഒരൊറ്റ ആളാ. അയാളെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ശരി, ഓൾ ദ ബെസ്റ്റ്. യൂസഫ് അലി ഒരാളെ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അയാളെ ക്ലോൺ ചെയ്തെടുക്കേണ്ടി വരും, അല്ലേ? ശരിയല്ലേ? ക്ലോൺ ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്റ്റോറി നമ്മൾ തന്നെ എഴുതുക, നമ്മളുടെ വിധി നമ്മൾ തന്നെ എഴുതുക. ഇനി അടുത്തത്, വേരി യുവർ വോയിസ്. ഇപ്പൊ നമ്മളൊരു ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്യാണ്. വേരി യുവർ വോയിസ്. നമ്മളെ ടോൺ, പിച്ച് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒരു കസ്റ്റമറുടെ അടുത്ത് ചെന്നിട്ട് ഒരു സെയിൽസ്മാൻ ചെന്നിട്ട്, സാറേ പുതിയ കാറാ, നല്ല കാറാ, സാർ വാങ്ങിച്ചോ, ഞാൻ പോവാ, കഴിഞ്ഞു, വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന ഒരു ടോണിൽ സംസാരിച്ച അവിടെ സെയിൽസ് നടക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസിന് പകരം മിക്കവാറും മുഖത്തൊരു അടിയും കൂടി കിട്ടിയിരിക്കും, അല്ലെ? തോക്കുണ്ടെങ്കിൽ അയാൾ വെടി വെക്കും മാനേജർ. നമ്മൾ വേണ്ട അതല്ല. വേരി യുവർ വോയിസ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ, ഞാനിപ്പോ ശബ്ദം വെച്ചു, നിങ്ങൾ ചിരിക്കുകയാണ് ചെയ്തത്, അതേസമയം നിങ്ങൾ വഴക്ക് പറഞ്ഞെങ്കിലോ, ഇതൊക്കെ വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും, അല്ലേ? നമ്മള് ടോൺ, നമ്മുടെ വോയിസ് പിച്ച് ഷിഫ്റ്റ് ചെയ്യുക, അത് നമ്മൾ പഠിക്കണം. ഒരു കസ്റ്റമറോട് പറയുന്ന സമയത്ത് ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കസ്റ്റമറാന്ന് വെച്ചോ, ശ്രദ്ധിച്ചു കേട്ടോ. സെയിൽസ്മാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. ഒരു കാറാണ് നമ്മൾ വിൽക്കാൻ നിൽക്കുന്നത്. നമ്മൾ വോക്സ് വാഗന്റെ ഷോറൂമിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ വിൽക്കുന്നത് വോക്സ് വാഗന്റെ ഒരു 2 ബോക്സ് മോഡല്, സാധാരണ മോഡൽ. അയാൾ വന്നു, നമ്മൾ നോക്കി കഴിയുമ്പോൾ അയാളുടെ പോക്കറ്റ് ഒക്കെ നല്ല വലുതാ. അയാൾക്ക് വേണമെങ്കിൽ അതിന്റെ അടുത്ത മോഡലിലേക്ക് കടക്കാം. ഇയാള് നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇയാളുടെ ഈ വാക്ക് തിയറി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക്, ഇയാൾ ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇയാള് ഡംബുള്ള വാക്കുകൾ പറയുന്നുണ്ടെന്ന് വെക്കുക. ഞാനുണ്ടല്ലോ, ഞാനൊക്കെ പഴയ തറവാടികളാണ്, ഞങ്ങള് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയ രാജാവിന്റെ പട്ടും പുടവയൊക്കെ വാങ്ങിച്ച ആളുകളാണ്. പ്രൗഢി പറയുന്ന ഒരാളാണെങ്കിൽ ഉടനെ പറയാ, സർ നമുക്ക് അടുത്തൊരു മോഡലുണ്ട്, സാർ ഏത് കളറാണ് ഇഷ്ടം? എനിക്ക് സിൽവർ കളറാണ് ഇഷ്ടം എന്നയാൾ പറയാം. സിൽവർ കളറാണ് ഇഷ്ടമെങ്കിൽ സർ വരൂ, ഞാനിലേക്ക് കൊണ്ടുപോവുക, സിൽവർ കളർ കാറ് കാണിച്ചു കൊടുക്കുക. ഏതാണെന്നറിയോ? നെക്സ്റ്റ് മോഡൽ. അയാളുടെ കാശുണ്ട്. എന്നിട്ട് അയാളോട് പറയാ, സാർ ഇതില് സാർ ഇത് വെന്റോ ആണ്, ഇതില് സാറ് നോക്കൂ, ഇത് വെന്റോ ആണ്, ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാറാണ്, സാർ ഉദ്ദേശിക്കുന്ന ഏത് കളറ്? സിൽവർ കളറ്. റെഡ് അല്ല കാണിച്ചു കൊടുത്ത, അയാൾക്ക് സിൽവറാ ഇഷ്ടം, സിൽവർ കാറാണ്, സാറിന് ഇഷ്ടപ്പെടും, സാർ ഇതിനൊന്ന് കയറി ചെയ്തൊന്ന് നോക്കി. അയാൾ ഇരിക്കുമ്പോൾ നിങ്ങളൊരു ഫോട്ടോ എടുത്തങ്ങ് കാണിച്ചു കൊടുക്കുക. എന്ത് രസോ സാറ്, സാർ ഇതിലിരിക്കുന്നത് നോക്കി, നല്ല പ്രൗഢി ഉണ്ട് കേട്ടോ സാറേ, സാറിന്റെ തറവാടിന്, ഒരു തറവാടിക്ക് ഒറ്റ കാറാ,
എന്ന് പറയല്ല, മോനെ എടാ ആ ചെക്ക് എടുത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അഡ്വാൻസ് എഴുതുക. ഇതാണ് സെയിൽസിലെ ടെക്നിക്സ് എന്ന് പറയുന്നത്. വളരെ നിസ്സാരമായിട്ട് ഞാനിപ്പോ പറഞ്ഞെങ്കിലും ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫിയറ്റിന്റെ സെയിൽസിൽ. സച്ചിന്റെ സിഗ്നേച്ചർ ഒക്കെ ആയിട്ട് ഇറങ്ങിയിരുന്ന പാലിയോ ഇറങ്ങിയ കാലഘട്ടത്തിൽ 2001 കലൂരും അതുപോലെ തന്നെ കോട്ടയത്തായിരുന്നു സ്ഥിരം വർക്കറായിട്ട്. അവിടെയായിരുന്നു പെർമനന്റ് എംപ്ലോയി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തത്. അന്ന് ഞാൻ ഉപയോഗിച്ച ടെക്നിക്സ് ആണ് ഞാൻ പറയുന്നത്. അതായത് 4.5 ലക്ഷത്തിന്റെ കാർ വാങ്ങിക്കേണ്ടവനെ കൊണ്ട് 8 ലക്ഷത്തിന്റെ ഒരു സീന വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലാക്കുക, നമ്മൾ മുമ്പിൽ വരുന്ന ആളെ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല സെയിൽസ്മാൻ ആവാം. വേരി യുവർ വോയിസിന് വേരിയേഷൻ വരുത്താൻ പഠിക്കുക, ഇംപ്രഷൻ ഉണ്ടാക്കാൻ. ഇനി അടുത്തത്, റൺ എ ഗ്രേറ്റ് മീറ്റിംഗ്. ഒരു എംപ്ലോയർ ഏറ്റവും കൂടുതൽ MD ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു മീറ്റിങ്ങിന് എന്തെല്ലാം വേണം? എപ്പോഴും കറക്റ്റ് ടൈമിങ്ങിൽ മീറ്റിംഗ് തുടങ്ങുക, കറക്റ്റ് ടൈമിൽ മീറ്റിംഗ് അവസാനിപ്പിക്കുക, ടു ദ പോയിന്റ് മാത്രം സംസാരിക്കുക, ലൂസ് ടോക്സ് ഒഴിവാക്കുക. ഓക്കെ, എല്ലാം കഴിയുന്നതിന് മുമ്പ് എല്ലാവർക്കും അവരവരുടെ റോൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദിസ് വർക്ക് ഈസ് അസൈൻ ഫോർ യു, യു ഹാവ് ടു ഡു ഇറ്റ് വിത്തിൻ 3 months. യു ആർ എക്സ്പെക്ടിങ് ദിസ് മച്ച്. ക്ലാസ് അവിടെ കഴിഞ്ഞു. അടുത്ത ആളോട് നമ്മൾ പറയുന്നു ഇത് ചെയ്യുന്നു, ഇത് നിന്റെ ഡ്യൂട്ടിയാണ്, ഡെലിഗേറ്റ് ചെയ്യുന്നു. പ്രോപ്പർ ഡെലിഗേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? സച്ചിനെ പാട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. സച്ചിന്റെ കയ്യിൽ എന്താ പറയാ ബാറ്റ് കൊടുക്കണം. യേശുദാസിന്റെ കയ്യിൽ ബാറ്റ് കൊടുത്തിട്ടും കാര്യമില്ല. മനസ്സിലായോ? യേശുദാസിന് പാടാനേ കഴിവുള്ളൂ. യേശുദാസിനെ CA കാരനാക്കാൻ പറ്റുമോ? അയാൾ മിടുക്കനാണ് പാട്ടില്. അയാളെ CA കാരനാക്കാൻ പറ്റുമോ? നമ്മുടെ അക്കൗണ്ടന്റ് ആക്കാൻ പറ്റുമോ കമ്പനിയിൽ? ഇത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യുന്നതിലാണ് ഒരു എംപ്ലോയറുടെ മിടുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്റർപ്രണറുടെ മിടുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു മീറ്റിംഗ് എങ്ങനെ നടത്തണം എന്ന് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് പോയിന്റുകളിലേക്ക് നമ്മൾ വരികയാണ്. ഓൾമോസ്റ്റ് ഫിനിഷിംഗ്. സെൽ ടു എവ്രി വൺ. എങ്ങനെ മറ്റുള്ളവർക്ക് വിൽക്കാം, എങ്ങനെ നമുക്ക് വിൽക്കാം, നല്ലൊരു വിൽപ്പനക്കാരനാവാം. എന്തായാലും ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ വിൽപ്പന ഒരു ഭാഗമായിരിക്കുമല്ലോ. ഫസ്റ്റ് പോയിന്റ്, നോ യുവർ ക്ലയന്റ്. നിങ്ങളുടെ ക്ലയന്റ് അഥവാ നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് മനസ്സിലാക്കലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പണി, ഏറ്റവും വലിയ വിജയം. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ബസ്സസ്, there is always another one coming. റിച്ചാർഡ് ബ്രാൻസൺ പറഞ്ഞാണ്, ഒരു ബ്രിട്ടീഷ് എന്റർപ്രണർ ആണ്. അദ്ദേഹം പറഞ്ഞാണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ബസ്സസ്, ബസ്സുകളെ പോലെയാണ്. there is always another one coming. ഒരു ബസ് പോയാൽ വേറെ ഒന്ന് വരും. അപ്പൊ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാത്രമല്ല, there are alternatives. So many others are there in the field, competitors. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോ യുവർ ക്ലയന്റ്. പ്രീമിയം കാർ ഷോറൂമിലൊക്കെ ചെന്ന് നോക്കിയേ, സർ വരൂ, സർ കുടിക്കാൻ എന്താണ്, ജ്യൂസാണോ കോഫിയാണോ അതോ സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും, പെപ്സി അതല്ലെങ്കിൽ ഫാൻറ്റ, എന്താണ് സർ, ഒഴിച്ചു കൊടുക്കുക. ക്ലയന്റിനെ മനസ്സിലാക്കുക, അയാൾ ഏത് നിലയിലുള്ള ആളാണ്, അയാളുടെ എത്ര പണമുണ്ട്, അയാൾക്ക് എന്ത് വാങ്ങിക്കാൻ കഴിയും, ഇതെല്ലാം ഒരൊറ്റ ദർശനത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു നല്ല ബിസിനസ്മാൻ ആണ്. എസ്റ്റാബ്ലിഷ് എ റാപ്പോ. ഫസ്റ്റ് പോയിന്റ്, അവരുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കുക. സംസാരിച്ചു വരുമ്പോൾ ഒരു എംപ്ലോയി, ഒരു ക്ലയന്റ്, ഒരു കാർ വാങ്ങിക്കാൻ വന്ന ഒരു ക്ലയന്റ് ആണ്. അത് നമ്മൾ സംസാരിച്ചു വരുമ്പോ, സാറിന്റെ വീട് എവിടെ? കടുത്തുരുത്തിയിൽ സാർ ഒരു രാജശേഖരൻ സാർ ഉണ്ടല്ലോ ഒരു ഇതൊക്കെ നടത്തുന്നത്. രാജശേഖർ സാറിന്റെ 4ാമത്തെ വീടാണ് എന്റെ. റാപ്പോ ക്രിയേറ്റ് ആയി. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾക്കും അയാൾക്കും ഇടയ്ക്ക് കോമൺ ആയിട്ട് എന്തുണ്ടോ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്തായി, അയാള് അത്രയും നേരം ഞെളിഞ്ഞിരുന്ന ഒരാൾ പതുക്കെ ഒന്ന് നമ്മളോട് അടുത്ത് വരും. അവരുടെ ബോഡി ലാംഗ്വേജ് ഒന്നും വ്യത്യാസമില്ല. മോനെ ആ കാറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് എന്ന് പറയാൻ തുടങ്ങും. മറ്റേത് അയാള് പ്രൗഢിയോടുകൂടി ഞെളിഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നായിരിക്കും. പിന്നെ ദ ക്വസ്റ്റ്യൻസ് യു നീഡ് ടു ബി ഏബിൾ ടു ആൻസർ ഈസ് ഫോർ വാട്ട് പർപ്പസ് ഹി ഓർ ഷീ വാണ്ട്സ് ഇറ്റ്. എന്ത് പർപ്പസിനാണ് അയാൾ ഇത് നമ്മുടെ ഈ സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ വാങ്ങുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അയാളുടെ ഉദ്ദേശം ഇത് വാങ്ങിച്ചുകൊണ്ട്? ഇഫ് there is no need, you must walk away from the deal because you can't get a win-win situation. ഇയാൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ സാർ എന്നാലും ഒന്ന് കേൾക്കുന്നു പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല, ഒഴിവാക്കുക. ഫൈൻഡ് അനദർ ക്ലയന്റ്. ഓക്കെ, അവിടെ സമയം കളയരുത്. 4,
However, if there is a need, your job is to link the benefits of your product to the client's need. നമ്മളുടെ പ്രൊഡക്റ്റും ക്ലയന്റിന്റെ നീഡും തമ്മിലുള്ള അകലം കുറയ്ക്കുക. അവിടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. ഒരു കമ്പനിയെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന നമ്മളാണെങ്കിൽ നമ്മൾ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കി അയാളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് സെയിൽ വരും. മേക്ക് ഷുവർ യു ഹാവ് ആസ്ക്ഡ് ദി ക്ലയന്റ് ടു എഗ്രി ദാറ്റ് യുവർ പ്രോഡക്റ്റ് മാച്ചസ് ദ നീഡ്. നമ്മൾ ഉറപ്പുവരുത്തണം അയാളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹലോ, ആരോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഹലോ, മ്യൂട്ട് ചെയ്താൽ നല്ലതായിരുന്നു. അടുത്തത് ആസ്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. ഡു യു നോ എനിബഡി ഹു ഹാസ് വൺ ഓൾറെഡി? ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുക കസ്റ്റമറോട്. അതായത് വോക്സ് വാഗന്റെ ഒരു കാറ് അതുള്ള ഏതെങ്കിലും കൂട്ടുകാരന് നിങ്ങൾക്ക് പരിചയമുണ്ടോ സാർ? എന്തിനാ? അറിയാമെങ്കിൽ അയാളുടെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ടാണ് ഇയാൾ വന്നേക്കുന്നത് ഈ കാർ ഷോറൂമിൽ. അയാൾക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അയാൾക്ക് ക്രേറ്റ എടുക്കാം, അതല്ലെങ്കിൽ ഹുണ്ടായുടെ കാർ എടുക്കാം, സുസുക്കിയുടെ എടുക്കാം, മാരുതി സുസുക്കി എടുക്കാം, ഏത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഇതിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും അറിയാവോ? സാറിന്റെ കൂട്ടുകാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇനി ഹാവ് യു എവർ ഹാഡ് സംതിങ് സിമിലർ ദാറ്റ് യു റിയലി ലൈക്ക്? ഇതുപോലെയുള്ള എന്തെങ്കിലും നിങ്ങൾ ഇതിനു മുമ്പ് ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കാർ ഓടിച്ചിട്ടുണ്ടോ? വാട്ട് ഡിഡ് യു സീ, ഫീൽ, ഹിയർ വെൻ യു ഹാഡ് ഇറ്റ്? അവരോട് ചോദിക്കുക, നിങ്ങൾ ഈ കാർ ഓടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾ എന്താണ് കേട്ടത്, എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് ചോദിക്കുക. ഇപ്പൊ ഒരാൾ പറയാണ് കറ ശബ്ദം വരും വോക്സ് വാഗന്റെ വണ്ടി എന്ന് പറയും. എന്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെയാണ്, വോക്സ് വാഗന്റെ വണ്ടി വേണ്ടെന്ന് വെച്ചിട്ട് അതേ കാറ്റഗറിയിലുള്ള ഹ്യുണ്ടായുടെ വണ്ടി എടുത്തത്. കറ ശബ്ദം, അതായത് അയാൾ ശബ്ദത്തിന് ഓഡിറ്ററി കപ്പാസിറ്റി ഉള്ള ആളാണ്. ശബ്ദം എന്നുകൊണ്ട് മാത്രം വോക്സ് വാഗണിൽ നിന്ന് അയാൾ മാറുക, വെന്റോ മാറ്റിയിട്ട് ഹ്യുണ്ടായി വെർണ എടുക്കുക. അപ്പൊ മാറി കണ്ടോ? അപ്പൊ ആ കസ്റ്റമറെ മനസ്സിലാക്കണം. അയാൾ എന്താ ഫീൽ ചെയ്തെന്ന് ചോദിക്കാം. അപ്പൊ പറയണം, ഓ വാട്ട് എ കംഫർട്ടബിൾ ഡ്രൈവിംഗ്, നല്ല ഡ്രൈവിംഗ് ആണ്, എന്ത് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാം. അയാൾ ഫീലിങ്ങിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കി അയാളെ കുപ്പിയിലാക്കുക, അയാളെ നമ്മുടെ വരുതിയിലാക്കുക. ഓക്കെ, അടുത്തത് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്. സെയിൽസിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ചെക്ക് ഔട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്. എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്, ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്യാം. ഐഡന്റിഫൈ ദി ക്ലയന്റ്സ് വാല്യൂസ്. ക്ലയന്റിന്റെ വാല്യൂ മനസ്സിലാക്കുക. അയാൾ ആരാണ്, എന്താണ്, അയാൾ ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളാണ്, അയാൾക്ക് നിലവിലുള്ള വാഹനങ്ങൾ ഏതാണ്, അയാളുടെ നിലവിലുള്ള അസറ്റ് എന്താണ്, ഇതൊക്കെ ഇൻഡയറക്ട്ലി എങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഐഡന്റിഫൈ ഹിസ് വാല്യൂ. ഷോ ഹൗ യുവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഫുൾഫിൽസ് ദോസ് വാല്യൂസ്. അയാളുടെ വാല്യൂസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് അയാൾ വിശ്വസിപ്പിക്കലാണ് വിജയം. ഓക്കെ, ഫൈൻഡ് ഔട്ട് യുവർ ക്ലയൻസ് വാല്യൂസ് ബിക്കോസ് വൺസ് യു ക്യാൻ ഫുൾഫിൽ ദം യു വിൽ മേക്ക് എ ഹാപ്പി സെയിൽ. അപ്പോ നമ്മൾ അവരുടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അവരുടെ വാല്യൂസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുൾ സെയിൽ ആയിരിക്കും. അടുത്ത പോയിന്റ്, പെയിന്റ് എ ഹാപ്പി ഫ്യൂച്ചർ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ഭാവിയെ എപ്പോഴും നമ്മൾ വരച്ചു കാണിക്കുക. സക്സസ്ഫുൾ പീപ്പിൾ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഹെൽപ്പ് അതേഴ്സ്. ബ്രയൻ ട്രാസി പറഞ്ഞു കേട്ടോ, സക്സസ്ഫുൾ പീപ്പിൾ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഹെൽപ്പ് അതേഴ്സ്. അവരെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ അവസരം കണ്ടെത്തും, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോ പെയിന്റ് എ ഹാപ്പി ഫ്യൂച്ചർ, ഒരു നല്ല പിക്ചറൈസേഷൻ കൊടുക്കുക. ഇത് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാവും, ഭാവിയിൽ എന്ത് നേട്ടമുണ്ടാവും എന്ന് കാണിക്കുമ്പോഴാണ് ഒരു സെയിൽ നടക്കുന്നത്. യൂസ് വാട്ട് വിൽ ഇറ്റ് ബി ലൈക്ക് വെൻ, എപ്പോൾ, എങ്ങനെ. ക്വസ്റ്റ്യൻ ടു ഹെൽപ്പ് ഫയർ യുവർ ക്ലയൻസ് ഇമാജിനേഷൻ. അവരെ ഇമാജിനേഷനെ തീപിടിപ്പിക്കുക. അവരാലോചിക്കണം, ഓ ഈ ഒരു കാറിൽ ഞാൻ BNIയുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന റെസ്പെക്ട്. കൈനസ്തെറ്റിക് ഉള്ള ആളാണെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞു വീഴ്ത്താം. ഓക്കെ, ഇനി അടുത്തത് ഗെറ്റ് എഗ്രിമെന്റ് അലോങ് ദ വേ. നമ്മളൊരു സെയിൽസ്മാന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്യലല്ല, ചെവിയെന്നുള്ള വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പിടിപ്പുകേടാണ്. നമ്മളൊരു കോൺവെർസേഷൻ തുടങ്ങി അവസാനിപ്പിക്കുമ്പോഴേക്കും അവരെ കൊണ്ട് അഡ്വാൻസ് എമൗണ്ടിനുള്ള ചെക്ക് ലീഫ് എങ്കിലും മാറ്റി വെപ്പിക്കുക.
ഇതൊരു വലിയ മിടുക്കാണ് ഒരു സെയിൽസ്മാന്റെ. ഇതിനുള്ളിൽ ഈ സംസാരിച്ച് ഇയാളെ കുപ്പിയിലാക്കിയ സമയം കൊണ്ട് ഒരു ചെക്ക് സാർ ഒന്ന് ഒപ്പിട്ട് വരും. എത്രയാണ്? 25,000 ആണ് അഡ്വാൻസ്. ഓക്കെ, വെരി ഗുഡ്. അയാൾ അത് മേടിച്ചു വെക്കുക. പിന്നെ സെയിൽസിനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ അയാളെ കൊണ്ട് നിർത്തിയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പീപ്പിൾ ഹു പ്രൊഡ്യൂസ് ഗുഡ് റിസൾട്ട് ഫീൽ ഗുഡ് അബൌട്ട് ദംസെൽസ്. അവരെ കുറിച്ച് തന്നെ നന്നായിട്ട് തോന്നുന്നവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെയിൽസ്മാൻ എങ്ങനെയായിരിക്കണം? നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പോസിറ്റിവിറ്റി നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ടോക്ക് യുവർ ക്ലയൻസ് ലാംഗ്വേജ്. ക്ലയന്റിന്റെ ലാംഗ്വേജിൽ സംസാരിക്കുക. നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ ആരാണോ അയാളുടെ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് അയാളുടെ ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കുക. അയാളുടെ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ ഗുണം എന്താണ്? അയാളുടെ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ സെയിൽസ് കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, അപ്പൊ അയാൾ വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, കൈനസെറ്റിക് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. വിഷ്വൽ ആണെങ്കിൽ അയാൾക്ക് അതിന്റെ കാഴ്ചയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. ഓഡിറ്ററി ആണെങ്കിൽ അതിന്റെ കേൾവിയെ കുറിച്ചുള്ള പ്രാധാന്യം കൊടുക്കുക. കൈനസെറ്റിക് ആണെങ്കിൽ അതിന്റെ ഫീലിങ്ങിനെ കുറിച്ചുള്ള പ്രാധാന്യം അയാൾക്ക് കൊടുക്കുക. സെയിൽസ് നിങ്ങളുടെ കയ്യിലിരിക്കും. പിന്നെ ഹാൻഡിൽ ഒബ്ജെക്ഷൻസ് സിംപ്ലി. ഇപ്പൊ ഒബ്ജെക്ഷൻസ് പറയാണ്, നിങ്ങളുടെ കാർ ഇതൊക്കെ ആയിരിക്കാം, പക്ഷെ എനിക്കിഷ്ടം എന്റെ ബെൻസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ സർ, അക്സെപ്റ്റ് ചെയ്യുക അവര്. അല്ലാതെ സർ ബെൻസ് അത് വേറെ ക്ലാസ്സിലുള്ളതല്ലേ, ഇതുമായിട്ട് കമ്പയർ ഒന്നും നിങ്ങൾ അവർ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവർ ഉപയോഗിച്ചതാണ് ബെൻസ്. അതുകൊണ്ട് ഒബ്ജെക്ഷൻസ് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒഴിഞ്ഞു മാറാനും പഠിക്കാം. അവരെ വെറുപ്പിക്കരുത്. ആ ക്ലയന്റ് ചിലപ്പോൾ ഒരു കൂട്ടുകാരനെ കൊണ്ടായിരിക്കും അടുത്ത മാസം വരുന്നത്. നല്ലൊരു എംപ്ലോയി ആണ്, നല്ല സെയിൽസ്മാൻ ആണ്. എടോ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തില്ല, എന്നാലും നമ്മുടെ ഒരു പയ്യനുണ്ട്, ആരാ, ഷിയാസ് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മുതലാളിയായിരിക്കും, അവന്റെ കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ട് അടുത്ത വണ്ടി എടുപ്പിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് നന്നായിരിക്കണം. പിന്നെ അടുത്തത് യൂസ് പവർ വേർഡ്സ്. ദ ലാസ്റ്റ് പോയിന്റ്, യൂസ് പവർ വേർഡ്സ്. പവർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആരുടെയും മനസ്സിൽ കയറുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ക്ലിയർലി, ഓബ്വിയസ്ലി, വളരെ വ്യക്തമായി പറഞ്ഞാൽ. ഇപ്പോ അച്യുതാനന്ദൻ പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, വളരെ ശക്തവും വ്യക്തവുമായി പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? പ്രിസൈസ് ആയിട്ട് സംസാരിക്കുക. ഓക്കെ, പിന്നെ ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കരുത് അവരുടെ പേര് ഓർത്തിരിക്കുക. അലക്സാണ്ടർ ചക്രവർത്തി ആയിരക്കണക്കിന് പടയാളികളുടെ നെയിം, അവരുടെ പേര് ഓർത്തിട്ട് വിളിക്കുമായിരുന്ന പറയണം. വാ, നീ ഇവിടെ വാന്ന് പേര് വിളിച്ചു പറയുമെന്ന് പറയാം. പേര് വിളിക്കുമ്പോ ഒരാളുടെ പേര് ഷമീർന്നോ അല്ലെങ്കിൽ നവാസ്ന്നോ അല്ലെങ്കിൽ ജോർജ് എന്നോ ആണെങ്കിൽ മിസ്റ്റർ ജോർജ് കം, പ്ലീസ് കം. 3 മാസം മുമ്പ് കണ്ട ആളാ, പക്ഷെ ആ ജോർജ് എന്ന് വിളിക്കുമ്പോ ഇയാളെന്റെ പേര് ഓർത്തിരിക്കും. അവിടെ തന്നെ ഒരു റാപ്പോ ക്രിയേറ്റ് ആയി. പിന്നെ നമ്മൾ പറയുന്നതെല്ലാം സാറേ ക്ലിയർ ആയിട്ട് പറയട്ടെ, വളരെ വ്യക്തമായിട്ട് പറയട്ടെ എന്നൊക്കെ പറയാം. പവർ വേർഡ്സ് ആണ് ഇതൊക്കെ. NLP-യിലെ ചില കുടുക്കുവിദ്യകളാണ് ഇതെല്ലാം. പിന്നെ യൂണിവേഴ്സൽ വാല്യൂ ഉള്ള വേർഡ്സ് ഉണ്ട്. അതായത് ഹാപ്പിനെസ്, ജോയ്, പവർഫുൾ, ബെനിഫിറ്റ്, ട്രസ്റ്റ് അവർ കമ്പനി സർ, വോക്സ്വാഗൻ, ദ മോസ്റ്റ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോ തൃശ്ശൂർ പൂരത്തിന് മുട്ട് പൊട്ടിയ പോലെയാണ് തന്നെ. ആളിത് കേട്ടിട്ട് അതിൽ വീഴണം. അപ്പൊ അതുപോലെയുള്ള നല്ല നല്ല വാചകങ്ങൾ, പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ പറയണം. നമ്മൾ ഒരിക്കലും സെയിൽസിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളുടെ കോമ്പറ്റീറ്ററിനെ കുറിച്ചിട്ട് നെഗറ്റിവിറ്റി പറയരുത്. ചെവിയെ നുള്ളിക്കോണം. നമ്മളെ കോമ്പറ്റീറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇതേ പ്രവൃത്തി ചെയ്യുന്ന വേറെ എന്റർപ്രണർ അല്ലെങ്കിൽ വേറൊരു വ്യവസായിയെ കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും കംപ്ലൈന്റോ അവരെ കുറിച്ച് മോശമോ പറയരുത്. അത് നമ്മളെ കുറിച്ച് ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിന് നേരെ ഘടകവിരുദ്ധമാവും. ക്രിയേറ്റ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞു കൊടുത്ത് വി ആർ ക്രിയേറ്റിംഗ് എ ബാഡ് ഇംപ്രഷൻ. മറ്റൊരാളുടെ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടല്ല നമ്മൾ പോസിറ്റിവിറ്റി ഉണ്ടാക്കേണ്ടത്. നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അവന്റെ നെഗറ്റിവിറ്റി പോലും അതിൽ മുങ്ങിപ്പോകും. ഇപ്പൊ ഒരു കാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ്, അതിലുണ്ടാവുന്ന കാര്യങ്ങൾ, അതെല്ലാം പറഞ്ഞു വരുമ്പോൾ മറ്റേ കാറ് തൊണ്ടുപോലെ ഇരിക്കുന്നതൊക്കെ ഇയാളുടെ മനസ്സിൽ തെളിഞ്ഞോളും. നമ്മൾ പറയണ്ട ഹ്യുണ്ടായി കാർ വെറും തൊണ്ടാണ് സാർ ഇത് പറയണ്ട. വോക്സ്വാഗൺ ഭയങ്കര പവർഫുൾ ആണെന്ന് പറഞ്ഞാൽ മതി, സേഫ് കാറാണെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ മറ്റേതിനെ ദൂഷിച്ചു പറയുന്നത്? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സെയിൽസ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവാം. നല്ല കമ്പനിയിലാണെങ്കിലും ഇത് തന്നെ. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ 7 ടോപ്പിക്കാണ് ഇതിൽ നിന്ന് കവർ ചെയ്തത്. അതെല്ലാവരും ഹൃദയസ്ഥമാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഒന്നുകൂടി ഞാൻ പോയിന്റ് പറയാം. ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഫോക്കസ് ഓൺ യുവർ ഔട്ട്കം, ബി ആൻ എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ, ബി എ ഗ്രേറ്റ് മോട്ടിവേറ്റർ, ബൂസ്റ്റ് യുവർ പെർഫോമൻസ്,
മേക്ക് എ പവർഫുൾ ഇംപ്രഷൻ, സെൽ ടു എനിവൺ. ഇത്രയും 7 പോയിന്റ്സ് ആണ് ഇന്ന് വളരെ വാല്യുബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള NLP ടെക്നിക്സ് എന്ന് പറയുന്നത് അത് ഒരു സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് എടുക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിപ്പോ നമുക്ക് കവർ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇനിയും ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കവർ ചെയ്യാം. ഇത്രയും നേരം എന്നെ വളരെ ശ്രദ്ധാപൂർവം തുടക്കം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടി പലരും പോയിന്റ് ഒക്കെ എഴുതിയെടുക്കുന്നത് കണ്ടു. ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. വാല്യൂ ഉള്ളതുകൊണ്ടാണല്ലോ പോയിന്റ്സ് എഴുതിയെടുക്കുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല, എഴുതി വെക്കില്ല. എനിവേ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നെ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. 1 മണിക്കൂറത്തെ ക്ലാസ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഫുൾ സ്ട്രെങ്ത്തിൽ ഇതേ സ്പീഡിൽ പോകുന്നത് തന്നെ അത് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് സാർ. സാറിനെ കുറിച്ച് അത്രയും ഇമേജ്, അത്രയും നല്ല ഒരു ഇതായിരുന്നിട്ട് ആണ് എന്തായാലും ഇത്രയും ആൾക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്തത്. അവിടെയുള്ള ആരെങ്കിലും 2-3 പേര് നമുക്കൊന്ന് ഫീഡ്ബാക്ക് തന്നാൽ ഒത്തിരി ഉപകാരമായിരുന്നു. അതൊന്ന് പേര് പറഞ്ഞിട്ട്. ഞാൻ അൻവിന്ദാണ്. ബിനോയ് സാറ് അറിയാം, പക്ഷേ സാറെ കയ്യിൽ ഈ NLPയുടെ ഇത്രയും വലിയൊരു ശേഖരം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഒരു ഹീലർ എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. ഈ സെയിൽസിന്റെ കാര്യങ്ങളിൽ ഇത്രയും ഡീപ്പ് നോളജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും വളരെ നന്ദി. ഇതേപോലുള്ള മറ്റു ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. സാറെ കയ്യിലുള്ള അറിവുകളെ. ഓക്കെ. എന്തായാലും ഞാൻ എറണാകുളത്ത് വന്ന് സാറെ മീറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും ഒരാൾ 1-2 പേര് കൂടെ പറയാവോ? താങ്ക് യു സാർ. എന്റെ പേര് രജീവ് വാമദേവൻ, ഞാൻ തിരുവനന്തപുരത്താണ്. ക്ലാസ് നന്നായിരുന്നു, ഞാൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സാറ് ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു സാർ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഷഫീഖ് കായംകുളത്തു നിന്നാണ്. അപ്പൊ ഞാൻ കാലം കൊണ്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ NLP എന്ന് പറയുന്നത്. ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട്സും കുറെ പേര് NLP എക്സ്പെർട്സ് ആയിട്ട് കുറെ പേരുണ്ട്. ഇതുവരെ നമ്മളെ സംഭവത്തിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല. ഈ ഒരു സെമിനാറിൽ അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ഫിസിക്കലായിട്ടുള്ള മീറ്റിങ്ങിലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നമ്മുടെ സമയവും കാര്യങ്ങളും. ഇത് ആ ഒരു ബോട്ടിലിനെക്കാണ് നമ്മുടെ ഈ വെബിനാറിലൂടെയോ അല്ലെങ്കിൽ VC-യിലൂടെയൊക്കെ ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സെഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി. പിന്നെ മാത്രമല്ല, ഒരു 2 hours കണ്ടിന്യൂസ് ആയിട്ട് പോവാന്ന് പറയുന്നത് അത് വളരെ വലിയൊരു സംഭവമാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു മനുഷ്യന് 20 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സബ്ജക്ട് എന്ന് മാത്രമല്ല, ഒരു ക്ലാസ് ഷുഡ് നോട്ട് എക്സിഡ് മോർ ദാൻ 40 minutes എന്നുള്ള. ഈവൻ ഞാനും ട്രെയിൻ ചെയ്യുന്നുണ്ട്, മീൻസ് ഓൺ മൈ പ്രൊഫഷണൽ വേയിൽ, മീൻസ് എന്റെ പ്രൊഫഷനിൽ ഞാൻ പാർട്ട്നേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, മോസ്റ്റ്ലി ഓൺ ടെലികമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എഞ്ചിനീയേഴ്സ്. എന്നാൽ ഇപ്പൊ നമുക്കറിയാൻ പറ്റും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും. They will lose that interest actually and attentive ആവില്ല. Anyhow, your session was very informative, very good, nice, and maybe continuous ആയിട്ടുള്ള ഇനിയും ക്ലാസ്സുകളിൽ മറ്റു ടെക്നിക്സുകളുമായി അപ്പൊ വേണമെങ്കിൽ കുറച്ചുകൂടെ ക്യാപ്സ്യൂൾ ആക്കാം. പിന്നെ ഇവിടെ വേറെ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, why people are maybe somebody are exiting because of the data problem. അതാണ് ഒരു വലിയ വിഷയം. അപ്പൊ കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ലാസ്റ്റ് മീറ്റിംഗിൽ പറഞ്ഞത്, നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം ഡേറ്റയാണ്. ഞങ്ങൾക്ക് ഡേറ്റ തരുക, ഒന്നും തന്നില്ലെങ്കിലും വേണ്ട, പിന്നെ സ്റ്റിമുലേഷൻ പാക്കേജ് ഒന്നും തന്നില്ലെങ്കിലും കുറച്ച് ഡേറ്റ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുക, പെർ ഡേ ഒരു 5-10 GB കൂടെ വെച്ചിട്ട് വിത്ത് ഹൈ ബാൻഡ് വിഡ്ത്തിലോട്ട്. അതെങ്കിലും നമുക്ക് ഇങ്ങനെയെങ്കിലും ഇരിക്കാം. Anyhow, thank you for your session and it was nice talk and God bless. Thank you very much. Success. Bye. Thank you so much, sir. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? പറയാനായിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ? റെസ്പോൺസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ സാർ. ഹലോ. സാറേ, വളരെ വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. വളരെ മനോഹരം എന്ന് വെച്ചാൽ ഗംഭീരമായ ക്ലാസ് ആയിരുന്നു. ഇത്രയും സമയം പോയ പോലും അറിഞ്ഞില്ല. സത്യമായിട്ട് ഇത്രയും സമയം പോലും അറിഞ്ഞില്ല. മാഡം പറയുമ്പോഴാണ് സമയം ഇത്രയും ഇതൊക്കെ ആയോന്ന് പോലും അറിയുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന് പോയി. കോമഡി ആയിട്ട് തന്നെ സാറിന്റെ ആ ഒരു ഹരികൃഷ്ണൻ വളരെ അറ്റൻറ്റീവ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നൊക്കെ കണ്ടിരുന്നു. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു സാറേ. വളരെ വളരെ കണ്ടായിരുന്നു. ഹരിയുടെ ഈ സപ്പോർട്ട് ഒത്തിരി സന്തോഷം. വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും റെസ്പോൺസോ ഫീഡ്ബാക്കോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അവിടെ അഡ്വക്കേറ്റിന്റെ ഒരു മാമിനെ കണ്ടു, മാം സംസാരിക്കാം.
ഞാൻ അഡ്വക്കേറ്റ് നിഷയാണ്. സാറിന്റെ NLP ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് സംസാരിച്ചിരുന്ന റജി വാമദേവനെ എനിക്കറിയാം. ഞങ്ങള് ഒരു NGO ഗ്രൂപ്പിലുള്ളതാണ്. എനിവേ 2 hours പോയത് അറിഞ്ഞില്ല. എനിക്ക് വേറൊരു പാർട്ടി ഒരു 11:30-ക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞിരുന്നു. എനിവേ അയാൾ വിളിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇതുപോലെ നോട്ട്സ് എല്ലാം സ്ക്രിബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പോയിന്റ്സ് എല്ലാം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ക്ലാസ് ഒക്കെ ഇന്നലെ കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. നേരത്തെ ഒരു 3ാമത്തെ